Hello teachers, good evening. Education psychology എന്നുള്ള പേപ്പറിലേക്ക് സ്വാഗതം. അതിലെ യൂണിറ്റ് 1 എഡ്യൂക്കേഷണൽ സൈക്കോളജി ആൻഡ് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ആക്ച്വലി നമ്മുടെ സൈക്കോളജിയെ എഡ്യൂക്കേഷണൽ സിസ്റ്റവുമായി അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായി കണക്ട് ചെയ്യാണ്. അങ്ങനെ എഡ്യൂക്കേഷൻ നേടുന്ന കുട്ടികൾ അവരുടെ സൈക്കോളജി അതിനെങ്ങനെയാണ്, അതല്ലെങ്കിൽ അവരുടെ ക്ലാസ് റൂം പ്രൊസീജിയേഴ്സ്, അവരുടെ ലേണിംഗ് എൻവയോൺമെന്റ്, ഇതിലൊക്കെ എന്താണ് സൈക്കോളജിന്റെ റോള്, അതുപോലെ തന്നെ കുറച്ച് സൈക്കോളജിക്കൽ തിയറീസ്. അപ്പം ഈ സൈക്കോളജിക്കൽ തിയറിയും എഡ്യൂക്കേഷനും ലേണേഴ്സും ഇവരെ 3 പേരെയും ഒരുമിച്ച് പഠിച്ച് അത് പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയി അപ്ലൈ ചെയ്യാനുള്ള കുറച്ച് നോളജാണ് ആക്ച്വലി ഈ ഒരു പേപ്പറുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുക. സോ ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. സ്ക്രീന് മാറുന്നത് കാണുന്നുണ്ടോ? കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ. സോ നമുക്കറിയാം പേപ്പറിന്റെ പേര് എഡ്യൂക്കേഷണൽ സൈക്കോളജി ആണ്. അപ്പം അതിൽ 2 ടേംസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, സൈക്കോളജി ഉണ്ട്. അപ്പൊ ഇതിനെ തമ്മിലൊന്ന് ലിങ്ക് ചെയ്യണം. അതാണ് ആക്ച്വലി ഇവിടെ നടക്കാൻ പോകുന്ന പ്രോസസ്. ഓക്കെ. സോ ലെറ്റ് മീ വെൽക്കം യു ഓൾ ടു ദ ഫസ്റ്റ് യൂണിറ്റ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സൈക്കോളജി ഒരു ഭാഗത്തുണ്ട്, എഡ്യൂക്കേഷൻ മറുഭാഗത്തുണ്ട്. അപ്പൊ ആദ്യം എന്താണ് സൈക്കോളജി എന്ന് പഠിച്ചിട്ടാണ് ആക്ച്വലി എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നുള്ളത് പഠിക്കാൻ പോണത്. ഓക്കെ. അപ്പം ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സൈക്കോളജി അല്ല, എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ്. സൈക്കോളജിയെ കുറിച്ച് ഓൾറെഡി നമ്മളൊരു ബേസ് ഉണ്ടാക്കി അതിൽ നിന്ന് നേരെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇവിടെ യു ക്യാൻ സീ what is the etymology of the word psychology. സൈക്കോളജി എന്നുള്ള ടേം എങ്ങനെയാണ് അതിൻ്റെ ഒരു അതെങ്ങനെയാണ് കോയിൻ ചെയ്തത്, എങ്ങനെയാണ് ആ ഒരു വേർഡ് ഉണ്ടായത് എന്നുള്ളതാണ് ഇവിടെ പറയേണ്ടത്. ഇറ്റ് ഇസ് മീനിങ് ഫ്രം 2 ഗ്രീക്ക് വേർഡ്സ്. അഥവാ സൈക്കോളജി എന്നുള്ള വേർഡ് 2 ഗ്രീക്ക് വേർഡ്സ് എന്നാണ്, സൈക്കെ ആൻഡ് ലോഗസ്. അതിന് മീനിങ് എന്താണെന്ന് വളരെ വ്യക്തമായി അവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. സൈക്കെ എന്ന് പറഞ്ഞാൽ സോൾ എന്നാണ്, നമ്മുടെ ആത്മാവ്, മനസ്സ് എന്നൊക്കെയാണ്. അതുപോലെ തന്നെ ലോഗസ് എന്നാൽ സയൻസ് ആണ്. അപ്പം എന്താണ് സൈക്കോളജി, അല്ലെങ്കിൽ സൈക്കോളജി പഠിച്ചാൽ എന്ത്, ടീച്ചേഴ്സിന് എന്തിനാണ് സൈക്കോളജി അറിയണത്, ഇങ്ങനെയൊക്കെയുള്ള പല ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ് ആക്ച്വലി ഇവിടെ കിട്ടുക. കാരണം മനസ്സിനെ നമ്മൾ ശാസ്ത്രീയമായി പഠിക്കുകയാണ് ആക്ച്വലി സൈക്കോളജിയിലൂടെ. സോ സൈക്കോളജി ലിറ്ററലി മീൻസ് ദ സയൻസ് ഓഫ് ദ സോൾ, സയൻസ് ഓഫ് മൈൻഡ്, സയൻസ് ഓഫ് സോള്, ഇങ്ങനെ പലതരത്തിൽ സൈക്കോളജിയെ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഓക്കെ. സോ സൈക്കോളജിന്റെ ബേസ് ദ സയൻസ് ഓഫ് സോൾ എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ മനസ്സിനെ കുറിച്ചിട്ടുള്ള പഠനം കേവലം ഒരു പഠനമല്ല, ശാസ്ത്രീയമായി പഠിക്കുക എന്നുള്ളതാണ്. ഇനി ഈ സൈക്കോളജിയുടെ ഡെഫിനിഷൻ നമ്മളിങ്ങനെ ഓരോ സൈക്കോളജിസ്റ്റുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ കാലം മാറുന്നതിനനുസരിച്ച്, നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നതിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പം ആദ്യം നമ്മൾ സയൻസ് ഓഫ് സോൾ എന്ന് പറഞ്ഞെങ്കിലും അതിന് ഡെഫിനിഷനിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത തരം മറ്റു ഡെഫിനിഷൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് യൂസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ പലരും യൂസ് ചെയ്യുന്ന ഒരു ഡെഫിനിഷനാണ് ദ സയൻസ് ഓഫ് ബിഹേവിയർ. നമ്മുടെ സ്വഭാവത്തിന്റെ ശാസ്ത്രീയമായ ഒരു പഠനമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പം ഇനി നമ്മൾക്ക് ഒരുപാട് പഠിച്ച് വലിയ വലിയ സൈക്കോളജിസ്റ്റുകളായാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടേതായ ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ടാക്കാം. സോ എനിവേ ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട 2 ഡെഫിനിഷൻസ് ആണ്, സയൻസ് ഓഫ് സോൾ, സയൻസ് ഓഫ് ദ സോൾ ആൻഡ് ദ സയൻസ് ഓഫ് ബിഹേവിയർ. മനസ്സോ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവമോ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശാസ്ത്രീയമായി പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ്, അതല്ലെങ്കിൽ ഒരു മേഖലയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് സൈക്കോളജി പഠിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ട്? ആക്ച്വലി സൈക്കോളജി അതിന്റെ ബേസിക്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഠിച്ച ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആരെങ്കിലും ഉണ്ടോ? യെസ് ഓർ നോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. എന്നാലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ. സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് ക്ലാസ് എടുക്കേണ്ടതും ഇല്ലാത്ത ഒരാൾക്ക് ക്ലാസ് എടുക്കേണ്ടതും 2 രൂപത്തിലാണ്.
അപ്പം സൈക്കോളജിന്റെ ബേസ് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിൽ അതും കൂടിയൊക്കെ വന്ന് മുന്നോട്ട് പോകുമ്പോൾ സൈക്കോളജിക്കൽ ബേസ് ഇല്ലാത്ത ഒരാൾക്ക് അത് ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം. സോ ദർ ഇസ് എ ഡെഫിനിഷൻ. ഇനി നിങ്ങൾക്കുണ്ടല്ലോ ഈ സൈക്കോളജി എന്ത് എന്നതിനെ കുറിച്ച് പല ഡെഫിനിഷൻസ് നമ്മുടെ പുസ്തകത്തിൽ കാണാം. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡെഫിനിഷൻ ഉപയോഗിക്കാം, ഏറ്റവും സിമ്പിൾ ആയ ഡെഫിനിഷൻ ഉപയോഗിക്കാം. ഓക്കെ, സോ അവിടെ കൊടുത്ത മറ്റൊരു ഡെഫിനിഷൻ, a science that systematically studies and attempt to explain observable behavior. നമ്മള് സൈക്കോളജി എന്താ? That is a science that systematically studies and attempt to explain observable behavior. നമ്മുടെ ബിഹേവിയറിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്ന ബിഹേവിയറിനെ കുറിച്ചിട്ടൊക്കെ സയന്റിഫിക്കായി സിസ്റ്റമാറ്റിക്കായി പഠിക്കുന്ന ഒന്നാണ് സൈക്കോളജി. ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു അൺസീൻ മെന്റൽ പ്രോസസ്. അതേപോലെ തന്നെ നമ്മുടെ സ്വഭാവവും നമുക്ക് കാണാൻ കഴിയാത്ത നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനങ്ങളുണ്ട്, അത് തമ്മിലുള്ള ബന്ധം എന്താണ്? ദാറ്റ് ഗോ ഓൺ ഇൻസൈഡ് ദ ഓർഗാനിസം. നമ്മുടെ ശരീരത്തിനുള്ളിൽ അതൊക്കെ തമ്മിലുള്ള ഒരു ബന്ധം എന്താണ് എന്ന് പഠിക്കുന്നത് സൈക്കോളജിയാണ്. ആൻഡ് ഡു എക്സ്റ്റേണൽ ഈവൻസ് ഇൻ ദ എൻവയോൺമെന്റ്. അതേപോലെ തന്നെ നമ്മുടെ പ്രകൃതിയും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ മനസ്സും, നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സ്വഭാവവും മനസ്സും, നമ്മുടെ ശരീരവും മനസ്സും, ഇതൊക്കെ തമ്മിലുള്ള കണക്ഷൻ, ആ കണക്ഷനെ കുറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ആയി പഠിക്കുന്നതാണ് ആക്ച്വലി സൈക്കോളജി. ഇവിടെ ഞാനൊരു ചെറിയ സംശയം ചോദിക്കുകയാണ്. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഇത് തമ്മിൽ കണക്ട് ചെയ്യപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യുന്നതിലോ സ്വഭാവ രൂപീകരണത്തിലോ നമ്മുടെ കാഴ്ചപ്പാട് ഇതാക്കുന്നതിലോ മനസ്സും ശരീരവും തമ്മിൽ ബന്ധപ്പെടുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ഇൻസിഡന്റോ ഒരു എക്സാമ്പിളോ അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? മനസ്സും ശരീരവും ബന്ധമുണ്ട്. നമ്മുടെ മൈൻഡ് പറയുന്നത് പോലെയല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്? മൈൻഡ് പറയുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നത്. തലച്ചോറ് പറയും പോലെയാണ് പ്രവർത്തിക്കുന്നത്, എന്നാലും മൈൻഡിന് ഇതിലൊരു റോളല്ലേ? ഫിസിക്കൽ ബോഡി പ്രവർത്തിക്കുന്നതും നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ മൈൻഡ് അല്ലെങ്കിൽ സോള് അത് പ്രവർത്തിക്കുന്നത് തമ്മിൽ ബന്ധമുണ്ടോ? സാർ, പിന്നെ ഇപ്പൊ ഒരു മനസ്സിലാണെങ്കിൽ ഒരു വിഷമം ഉണ്ടെങ്കിൽ നമുക്ക് തലവേദന വരൂല. പിന്നെ പിന്നെ കരച്ചില് വരും, കണ്ണുനീര് വരൂലേ? സങ്കടം വന്നാല് അത് കണ്ണിന് വരും അല്ലെ? പേടി വന്നാല് വിറയല് വരും. പിന്നെ വിറയല് വരും. യെസ്. ചില ആളുകൾക്ക് ടെൻഷൻ വന്നാല് വയറുവേദന വരും, വിശപ്പില്ലായ്മ വരും, വിശപ്പ് കൂടും, ഉറക്കമില്ലായ്മ വരും, ഉറക്കം കൂടും, ഓക്കാനം വരും, ടെൻഷൻ ഓക്കാനം വരും, ഛർദ്ദിക്കാനൊക്കെ വരും. യെസ്. അങ്ങനെ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ ശരീരത്തിലൂടെ എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ശരീരത്തിലൂടെ കാണിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, അറിയോ? മനസ്സിന്റെ ഒരു അവസ്ഥയെ ശരീരത്തിലൂടെ റിഫ്ലക്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരറിയോ? ഇല്ല സർ. സൈക്കോസൊമാറ്റിക് എന്നാ പറയാ, കേട്ടോ? ഇല്ല. സൈക്കോസൊമാറ്റിക് ദാറ്റ് മീൻസ് മനസ്സിന്റെ പ്രവർത്തനം അത് ശരീരത്തിൽ എന്ത് ചെയ്യും, കാണിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വേറെ ഡെഫിനിഷൻ പറയാറുണ്ട്, സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. അങ്ങനെ അത് കേട്ടണോ? സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? ആരോഗ്യമുള്ള ശരീരത്തില് ആരോഗ്യമുള്ള മനസ്സുണ്ടാവും കേട്ടിട്ടില്ലേ? ഓ, കേട്ടിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷാണ്. പെട്ടെന്ന് അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. സാവധാനാണെങ്കിൽ ഇപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്ത് മരിച്ചേനെ. ഓക്കെ, എന്താ പറയുക, ആ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഗുഡ് എന്നൊക്കെയുള്ള മീനിങ് അവിടെ വരുന്നുണ്ട്. സോ ഇവിടെ ആക്ച്വലി നമ്മുടെ മനസ്സും ശരീരവും തമ്മിൽ ബന്ധമുണ്ട്. അതേപോലെ തന്നെ സൈക്കോളജി എന്ന് പറഞ്ഞാല് ആദ്യം ഇതൊരു സയൻസ് ഓഫ് സോൾ ആയിരുന്നു, പിന്നീട് ഇത് സയൻസ് ഓഫ് ബിഹേവിയർ ആയി. നമ്മൾ ഇനിയും എന്ത് ചെയ്യും, അതിൽ മാറ്റങ്ങൾ വന്നേക്കാം. ഇനി ഇവിടെ നമ്മൾ പറയാൻ പോണത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി ആണ്. അത് സൈക്കോളജി ഇത്തരത്തിൽ ഡെവലപ്ഡ് ആയി വരുന്നതിന്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി ആൻഡ് ഇറ്റ്സ് എമർജൻസ് ആസ് എ സെപ്പറേറ്റ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്നുള്ള വാക്കിന് അർത്ഥം അറിയോ? ഡിസിപ്ലിൻ, വാട്ട് ഈസ് ഡിസിപ്ലിൻ? സബ്ജക്റ്റ് അല്ലേ? സബ്ജക്ട് എന്നതിന്റെ അപ്പുറത്ത് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ മീനിങ്ങിലേക്ക് വരാം. ഓക്കെ, സൈക്കോളജി എന്താണ് ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയത്?
ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നാണ് ചോദ്യം, അല്ലെങ്കിൽ അതിന്റെ ഒരു എമർജൻസി എങ്ങനെയായിരുന്നു? അങ്ങനെയാണെങ്കിൽ സൈക്കോളജി ഒരു സെപ്പറേറ്റ് ആയതിനു മുമ്പ് വേറെ എന്തെങ്കിലും കൂടെ ഉണ്ടാവണല്ലോ, അല്ലെ? ഇപ്പോൾ പറഞ്ഞ 19th സെഞ്ചുറിയിൽ സൈക്കോളജി വാസ് ഓൺലി എ ബ്രാഞ്ച് ഓഫ് ഫിലോസഫി. ഈ ഫിലോസഫേഴ്സ് സൈക്കോളജിസ്റ്റുകൾ നമ്മൾ ഇങ്ങനെ കണക്റ്റഡ് ആയി, അല്ലേ? ഫിലോസഫിക്കൽ തോട്ട്സ് പറഞ്ഞ ആൾ സൈക്കോളജി പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സൈക്കോളജിന്റെ കാര്യങ്ങൾ പറയും. സൈക്കോളജി ഫിലോസഫി തമ്മിൽ ഭയങ്കരമായ ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ കാരണം ഫിലോസഫിയും സൈക്കോളജി ഒന്നായിരുന്നു, അല്ലെങ്കിൽ ഫിലോസഫിന്റെ ബ്രാഞ്ച് ആയിരുന്നു സൈക്കോളജി എന്നുള്ളതാണ്. ഈ തുടക്ക ഭാഗങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് ആയ ഭാഗമൊന്നുമല്ല കേട്ടോ. ഇതിൽ ഇനി വളരെ പ്രധാനമായ ഭാഗങ്ങൾ വരാനുണ്ട്. ഇത് ജസ്റ്റ് ഇൻട്രോ ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ഇൻട്രോയിലാണ്. സൈക്കോളജിയിലേക്ക് എത്രയേ ഉള്ളൂ. ഫിലോസഫി ഉണ്ടായിരുന്നു, അല്ലെ? നമ്മുടെ തത്വശാസ്ത്രം ഉണ്ടായിരുന്നു. ഫിലോസഫിയിൽ നിന്ന് അതിന്റെ ഒരു ബ്രാഞ്ചായി മാത്രം പ്രവർത്തിച്ചിരുന്ന ഒന്നാണ് ആര്? സൈക്കോളജി. അങ്ങനെ ആ സൈക്കോളജി വളരെ വലുതായി ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയി, അല്ലെ? സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയി. പിന്നീട് അതിന് ഒരുപാട് ശാഖകൾ വന്നത്. സൈക്കോളജിന്റെ അണ്ടറിൽ വരുന്ന മറ്റു ശാഖകളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെയാണ് ശരിക്കും സൈക്കോളജി പഠിക്കുന്നതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറഞ്ഞാല് അതിൽ തന്നെ ചൈൽഡ് സൈക്കോളജി ഉണ്ട്, അഡൽട്ട് സൈക്കോളജി, അങ്ങനെ വേറെ വിഭാഗങ്ങളുണ്ട്. പിന്നെ മാരേജ് കൗൺസിലിങ്ങും അത്തരത്തിലുള്ള സൈക്കോളജികൾ വേറെ ഉണ്ട്. തെറപ്പീസ് വേറെ ഉണ്ട്. ലേണിംഗ് ഡിസോർഡേഴ്സും അതങ്ങനെ വേറെ ഉണ്ട്. ഇൻഡസ്ട്രി സൈക്കോളജി അതങ്ങനെ വേറെ ഉണ്ട്. ക്ലിനിക്കൽ വേറെ ഉണ്ട്. കൗൺസിലിംഗ് വേറെ ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് സൈക്കോളജിക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, ആ ഓരോ ബ്രാഞ്ചിലും ഡിഫറെന്റ് ആയിട്ടുള്ള സബ് ബ്രാഞ്ചസ് ഉണ്ട്. അവിടെ ഒക്കെ നമുക്ക് ശരിക്കും ജോലി സാധ്യതകളുണ്ട്. ഓക്കെ, സോ നമ്മൾ അത്ര വൈഡായിട്ട് ഇതിൽ പോകാനില്ല. ഇവിടെ ജസ്റ്റ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് എ പാർട്ട് ഓഫ് ഫിലോസഫി എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. ഓക്കെ, ദെൻ ട്രഡീഷണൽ അപ്രോച്ച് ടു സൈക്കോളജി ആണ് അടുത്ത പോയിന്റിൽ പറയുന്നത്. സോ ദ സ്റ്റഡി ഓഫ് സോൾ അറ്റംപ്റ്റഡ് ടു ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് സോൾ ബട്ട് ഫെയിൽഡ്. ശരിക്കും ഈ സൈക്കോളജി സ്റ്റഡി ഓഫ് സോൾ ആണ് ആദ്യം വന്നത്, അല്ലെ? അപ്പം ഈ സൈക്കോളജിസ്റ്റുകൾ കുറെ തെരഞ്ഞു നോക്കി എവിടെയാണ് സോള്, അല്ലെ? നമ്മുടെ ആത്മാവ് എവിടെയാണ്, അല്ലെ? സോൾ എവിടെ, അല്ലെങ്കിൽ ജീവൻ എവിടെയാണ്, നമ്മളെ മനസ്സ് എവിടെയാണെന്നൊക്കെ തെരഞ്ഞു നോക്കി. പക്ഷെ എന്ത് സംഭവിച്ചില്ല? കണ്ടെത്താൻ പറ്റിയില്ല, ചെയ്യാൻ പറ്റിയില്ല, അല്ലെ? അത് ഇന്ന സ്ഥലത്താണ്, ഇന്ന സ്ഥലത്തുണ്ട്, ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് പറയാൻ അവിടെ പറ്റാതെ പോയി എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ദ ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി വാസ് ചേഞ്ച്ഡ്, അല്ലെ? അങ്ങനെ ആദ്യം സോൾ, ആത്മാവ് എന്നുള്ളതിൽ നിന്ന് പിന്നീട് എന്താ വെച്ചാല് ഇറ്റ് വാസ് ചേഞ്ച്ഡ് ഇൻ ടു ദ സയൻസ് ഓഫ് മൈൻഡ്, മനസ്സിന്റെ ശാസ്ത്രം എന്നുള്ളതിലേക്ക് അതിനെ മാറ്റി എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ മനസ്സാകുമ്പോൾ കുറച്ചുകൂടി നമ്മൾ അടുത്തുള്ളതാണ്. കാരണം എല്ലാവർക്കും ഒരു മനസ്സുണ്ടെന്നും ആ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിനുള്ളിൽ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. സോ ദ ഡെഫിനിഷൻ വാസ് ചേഞ്ച്ഡ് ഇൻ ടു സയൻസ് ഓഫ് മൈൻഡ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഡെഫിനിഷൻ എന്തായിരുന്നു? സയൻസ് ഓഫ് സോൾ. അവിടുന്ന് എങ്ങോട്ട് മാറ്റി? ദ സയൻസ് ഓഫ് മൈൻഡ്. ഓക്കെ, അതിന്റെ ഒരു 3 ഡൊമൈൻസ്, 3 മേഖലകളാണ് പിന്നീട് പറയുന്നത്. അഥവാ ആ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാല് 3 ഘടകങ്ങൾ, അല്ലെങ്കിൽ 3 ഏരിയാസ് ആണ്, അല്ലെങ്കിൽ 3 ഡൊമൈൻസ് ആണെന്നാണ് പറയുന്നത്. കൊഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് കൊണേറ്റീവ്. കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ ചിന്തയുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ പ്രത്യേകം ബ്രാക്കറ്റ് ചെയ്ത് വെച്ചു, തിങ്കിങ്. അഥവാ നമ്മുടെ മനസ്സ്, ആ മനസ്സിൽ ഉദിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ തോട്ട്സ് വരിക, തിങ്കിങ് വരിക. അതുപോലെ തന്നെ അഫക്റ്റീവ്, അല്ലെ? നമുക്ക് ഫീലിങ്സ്, നമ്മുടെ സങ്കടമാവട്ടെ, സന്തോഷമാവട്ടെ, ഇഷ്ടമാവട്ടെ, വെറുപ്പാവട്ടെ, ജലസി ആവട്ടെ, എന്താണെങ്കിലും അതൊക്കെ നമ്മുടെ മൈൻഡ് റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ കൊണേറ്റീവ്, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു അവർ ആക്ഷൻസ്, അവർ വില്ലിങ്നെസ്. ഒരു പ്രവൃത്തി ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു തയ്യാറെടുപ്പ്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു ഒരുക്കം, അതിനെ ബന്ധപ്പെട്ടാണ്. ഇങ്ങനെ 2-3 ഡൊമൈൻസ് ആണ് മൈൻഡിനുള്ളത് എന്നാണ് പിന്നീട് ഈ ഒരു സൈക്കോളജിന്റെ പഠനഫലമായിട്ട് കണ്ടെത്തിയത്. ഓക്കെ, സോ 3 ഡൊമൈൻസ് ഓഫ് മൈൻഡ് ദാറ്റ് ആർ കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് കൊണേറ്റീവ് ഡൊമൈൻസ്. ഇങ്ങനെ 3 ഡൊമൈൻസ് ഉണ്ട്. ഇത് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകാനേ ഉള്ളൂ. ഇതിനെ കുറിച്ച് ഇങ്ങനെ കൂടുതലായിട്ട് തിയറി ആയിട്ട് ഇവിടെ തൽക്കാലം പറയാനില്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് അങ്ങനെ ആ ഒരു 3 ഡൊമൈൻസ് ഉണ്ട് എന്നൊക്കെയുള്ള സാധനങ്ങൾ. അതൊന്ന് ചിന്തയുമായി ബന്ധപ്പെട്ടതാണ്, 2 നമ്മുടെ ഫീലിങ്സുമായി ബന്ധപ്പെട്ടതാണ്, 3 പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ വില്ലിങ്നെസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ 3 ഡൊമൈൻസ് ഉണ്ട് എന്നുള്ളതാണ് അവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഇങ്ങനെ വീണ്ടും എമേർജ് ചെയ്യാണ്. സെപ്പറേറ്റ് ഡിസിപ്ലിനറി സൈക്കോളജി ഇങ്ങനെ വളരെയാണ്. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് സൈക്കോളജി ആൻഡ് ഇറ്റ്സ് എമർജൻസ്.
അപ്പൊ അതിന് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോരോ സൈക്കോളജിസ്റ്റുകൾ വരും, അവർ പുതിയ ആശയങ്ങൾ പറയും. സൈക്കോളജി ഇങ്ങനെ പുതിയ പുതിയ അതിന്റെ ബ്രാഞ്ചസിലേക്കും അതിന്റെ ഡെവലപ്മെന്റിലേക്കും പോവാണ്. അങ്ങനെ മാക്ഡഗൾ എന്ന് പറയുന്ന ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ്, അദ്ദേഹം ഈ ഒരു സൈക്കോളജിയെ കുറിച്ചും അതുപോലെ തന്നെ മൈൻഡിനെ കുറിച്ചും അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചതാണ്. എവറി ഹ്യൂമൻ ആക്ട് ഓർ ബിഹേവിയർ എമനേറ്റ് ഫ്രം ആൻ ഇന്റേണൽ മോട്ടീവ്. മാക്ഡഗളിന്റെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു നമ്മുടെ മനുഷ്യന്റെ ബിഹേവിയർ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു സംഭവമാണ്, ഒരു ഡെഫിനിഷനാണ്. എവറി ഹ്യൂമൻ ആക്ട്, നമ്മുടെ മനുഷ്യന്മാർ ഏതൊരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ ഏതൊരു ബിഹേവിയർ ആണെങ്കിലും ദാറ്റ് എമിനേറ്റ്സ് ഫ്രം, അത് എവിടുന്നാണ് തുടങ്ങുന്നത് അല്ലെങ്കിൽ എവിടുന്നാണ് ഉണ്ടായി വരുന്നത് വെച്ചാൽ ആൻ ഇന്റേണൽ മോട്ടീവ്, ഉള്ളിൽ നിന്നുള്ള നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ ഒരു മോട്ടീവ്, ഒരു മോട്ടിവേഷൻ, അതല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു പൾസ്, അതിൽ നിന്നാണ് നമ്മുടെ എല്ലാ ബിഹേവിയറും എല്ലാ ആക്റ്റും ഉണ്ടാകുന്നതെന്നാണ്. അപ്പൊ ആദ്യം നമ്മുടെ ഒരു ഇന്റേണൽ മോട്ടീവ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ടാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് മാക്ഡഗൾ പറഞ്ഞത്. അങ്ങനെയാണ് നമ്മുടെ ബിഹേവിയർ ഫോം ചെയ്യുന്നത്, അങ്ങനെയാണ് മനസ്സ് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. അത് ശരിയാണോ? എല്ലാ പ്രവർത്തനങ്ങളും ആദ്യം മനസ്സിൽ നിന്ന് ഒരു മോട്ടീവ്, ഒരു പൾസ് ഉണ്ടായതിനു ശേഷമാണോ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നത്? എല്ലാം അങ്ങനെയല്ലല്ലോ സർ. അങ്ങനെ അല്ലാത്തൊരു പ്രവർത്തനം പറയാമോ? അല്ലെങ്കിൽ അങ്ങനെയാണ് തോന്നുന്ന പ്രവർത്തനം പറയാമോ? ഇപ്പൊ നമ്മള് റിഫ്ലെക്സ് ആക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും കണ്ണടക്കണതോ? കണ്ണിലേക്ക് പെട്ടെന്ന് കണ്ണടക്കുന്നത്, അത്തരത്തിലെ റിഫ്ലെക്സ് ആക്ഷൻസ് ഒക്കെ നമ്മൾ അങ്ങനെ ഇന്റേണൽ മോട്ടീവിന്റെ റിസൾട്ട് ആയിട്ടല്ലല്ലോ. അല്ലേ? ബ്രെയിന് കണ്ണുകൾക്ക് ഒരു മെസ്സേജ് കൊടുക്കൂലേ? സർ, നമ്മൾ ബയോളജിയിൽ പഠിക്കുമ്പോൾ അവിടെ ബ്രെയിൻ ഇൻവോൾവ് ആവുന്നില്ലല്ലോ, അവിടെ റിഫ്ലെക്സ് വേറെ ഒരു സഡൻ ആയിട്ട് റിഫ്ലെക്സ് ആക്ഷൻ വേറെ. അതെ സർ. ഓക്കെ, അപ്പൊ അവിടെ ബ്രെയിനിന്റെ ഫങ്ഷനിങ് ഇല്ല അല്ലെങ്കിൽ ബ്രെയിനിന് അവിടെ റോൾ ഇല്ല എന്നാണോ പറയുന്നത്? റിഫ്ലെക്സ് ആക്ഷൻസിൽ ബ്രെയിനിന് ഇൻവോൾവ്മെന്റ് വരുന്നില്ലല്ലോ സർ, അത് വേറൊരു മെക്കാനിസം അല്ല. ഇപ്പൊ നമ്മളൊരു കയ്യിലൊരു മുള്ള് കൊള്ളുമ്പോൾ പെട്ടെന്ന് കൈ പൊള്ളുമ്പോൾ നമ്മൾ കൈ വലിക്കുന്നത്, അങ്ങനെയുള്ള റിഫ്ലെക്സ് ആക്ഷൻസ് വരുന്ന സമയത്ത് സൈക്കോളജിക്കൽ ഒരു ഇമ്പൾസ് ഇല്ല, മോട്ടീവ് ഇല്ല എന്നാണ് പറയുന്നത്. ഇല്ല, അത്തരം സിറ്റുവേഷൻസിൽ ഒരു ഇന്റേണൽ മോട്ടീവ് ഇല്ലല്ലോ. അത് ബോഡിയുടെ സഡൻ റിഫ്ലെക്സ് മെക്കാനിസം ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആ റിഫ്ലെക്സ് മെക്കാനിസത്തെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? അത് സർ അതിന് എനിക്ക് പെട്ടെന്ന് ഓർക്കുന്നില്ല സർ. ഇപ്പൊ അത് കൺട്രോൾ വേറെ ആർക്കെങ്കിലും ആധികാരികമായിട്ട് ഇതിനെ കുറിച്ച് അറിയോ? സയൻസ് പഠിച്ച ആളുകളുണ്ടോ? നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യും. ആ നെർവസ് സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ ആരാ? ഞാന് മനസ്സിലാക്കി കൊടുത്തോളം ബ്രെയിനാണ്. എനിക്ക് ബ്രെയിനാണ് സർ, പക്ഷെ നമ്മള് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നതല്ല, ബ്രെയിൻ തന്നെ പ്രവർത്തിക്കുന്നതാണ്. ഇങ്ങനെ ഇത്തരത്തില് സഡൻ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനും ബ്രെയിനിൽ പ്രത്യേക പാർട്ട് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണേ. പേരൊക്കെ നമ്മൾ സൈക്കോളജിയിൽ ഉണ്ടായിരുന്നു, പക്ഷെ പേര് മറന്നുപോയി. അതെ, ബ്രെയിനിന് സെപ്പറേറ്റ് പാർട്ട് ഉണ്ട്. അത് നമ്മള് ആഗ്രഹിക്കുന്ന പോലെ അല്ലാതെ തന്നെ അത് നടക്കും. യെസ്, അതല്ല, അത് കൺട്രോൾ ചെയ്യാനും ബ്രെയിനിന്റെ ഭാഗമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കണേ. പക്ഷെ ഒരു ചെറിയ സാധനത്തിന് പേര് എനിക്ക് ഓർമ്മയില്ല. നമ്മളെ BA സൈക്കോളജിയിലെ ശ്രീനാരായണ ഗുരുവിന്റെ BA സൈക്കോളജി അത് പഠിക്കാണ്ട്. സെറിബെല്ലമാണോ മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണോ എന്ന് അറിയാത്തത് കൊണ്ടാണ്, പക്ഷെ അത് ബ്രെയിൻ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ അത്തരത്തിൽ ഇതിൽ പറയണെന്ന് വെച്ചാൽ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഒരു ഇന്റേണൽ മോട്ടീവ് ഉണ്ടായതിനു ശേഷമാണ് നമ്മുടെ എല്ലാ ആക്ടുകളും പ്രവർത്തിക്കുന്നത്. സോ ഇനി ഉണ്ടല്ലോ, നമുക്ക് ഇത്തരത്തിൽ ഇങ്ങനെ പല ഡെഫിനിഷൻസ് വരും. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങോട്ട് ചോദിക്കും അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അത് അത് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ് തെറ്റിപ്പോകാം, ശരിയായിരിക്കാം, അതൊന്നും നമ്മുടെ വിഷയമല്ല. നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടോ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, പക്ഷെ എന്തായാലും പല സൈക്കോളജിസ്റ്റുകൾ വരും, പല ഡെഫിനിഷൻസ് സൈക്കോളജിക്ക് പറഞ്ഞു പോകും. എല്ലാം ശരിയാണ്, ഒന്നും തെറ്റുമല്ല, ഇന്നത് മാത്രമാണ് ശരി എന്ന് പറയാനും നമുക്ക് പറ്റൂല. ഓക്കെ, ആസ് എ സൈക്കോളജി സ്റ്റുഡന്റ് നമ്മൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ മാക്ഡഗൾ പറഞ്ഞതൊന്നും ശരിയല്ല,
അല്ലെങ്കിൽ പിന്നെ ടീച്ചർ പറഞ്ഞൊന്നും ശരിയല്ല, അങ്ങനെ ഒരു റീഡിങ്ങിലേക്ക് നമ്മൾ എത്തുകയില്ല. ഓക്കെ, എല്ലാവരും പറയുന്നതിലും സത്യമുണ്ടായിരിക്കും. ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ പറയണോ? ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ഇന്റേണൽ മോട്ടീവ് ഉണ്ട്, ഞാനും ഒന്ന് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ ഇതാണല്ലോ ശരി, ഞാൻ പറയട്ടെ എന്നൊരു മോട്ടീവ് നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ദെൻ മാക്ഡഗൽ പ്രൊപ്പൗണ്ടഡ് ദാറ്റ് ഹോമിക് സ്കൂൾ ഓഫ് സൈക്കോളജി. അതൊരു അദ്ദേഹത്തിന്റെ ഈ എന്താ പറയാ, ഒരു സൈക്കോളജിയെ കുറിച്ച് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. സ്കൂൾസ് എന്നാണ് പറയാം, സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്നാണ് പറയാം. സൈക്കോളജിനെ കുറിച്ചിട്ട് വ്യത്യസ്തമായി പഠിക്കുന്ന സൈക്കോളജിന്റെ ഓരോ ബ്രാഞ്ചസിനെ നമ്മൾ സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്നാണ് പറയാ. ഓക്കെ, അവിടെ അതിന്റെ വിളിക്കുന്ന പേരാണ് പർപ്പസിവിസം, അഥവാ എവറി റെസ്പോൺസ് ഓഫ് മാൻ ഈസ് ഡ്യൂ ടു എ പർപ്പസ് ഓർ ഇന്നർ മോട്ടീവ് കോൾഡ് ഇൻസ്റ്റിങ്ക്ട്. നമ്മൾ ഏതൊരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും നമുക്കൊരു ഇന്നർ പർപ്പസ് ഉണ്ട്, ഒരു ഇൻസ്റ്റിങ്ക്ട് മനസ്സിലുണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഇന്റേണൽ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിങ്ക്ട് അത് പ്രവർത്തിക്കാതെ ഒരു റെസ്പോൺസും നമ്മൾ ആരും ചെയ്യാറില്ല എന്നുള്ളതാണ്. അഥവാ നമ്മുടെ ഓരോ പ്രവർത്തനത്തിനും കൃത്യമായ പർപ്പസ് നമ്മുടെ മനസ്സിൽ ഉണ്ട്, നമ്മുടെ ബ്രെയിനിൽ ഫോം ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഈ മാക്ഡഗൽ ഹി ക്രിട്ടിസൈസ്ഡ് ബിഹേവിയറിസം. അദ്ദേഹം ബിഹേവിയറിസത്തെ എന്ത് ചെയ്യാണ്, പിന്നെ വിമർശിക്കുകയാണ്. ഇപ്പൊ ബിഹേവിയറിസം കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും. എന്താണെന്നറിയോ ബിഹേവിയറിസം? മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, കോപ്പി ചെയ്യുന്നത്. യെസ്, ഗുഡ്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ പഠിച്ച ഇത് പ്രകാരം, ഡെഫിനിഷൻ പ്രകാരം നമ്മുടെ തന്നെ മനസ്സിലുണ്ടാകുന്ന ഒരു ഇൻസ്റ്റിങ്ക്ട് അല്ലെങ്കിൽ ഒരു മോട്ടീവ്, അത് വെച്ചിട്ടാണ്, അത് പ്രകാരമാണ് നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതെന്നുള്ളതാണ് അല്ലെ. എന്നാൽ ബിഹേവിയർസിൽ പറഞ്ഞ അങ്ങനെയല്ല. നമ്മളൊരു പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേറൊരാള് ചെയ്യുന്നത് കണ്ടിട്ടാണ്. ഓക്കെ, വേറൊരാൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു, നമ്മൾ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ബിഹേവിയർ ഫോം ചെയ്യുന്നത്, അങ്ങനെയാണ് നമ്മുടെ മൈൻഡ് നമ്മുടെ സ്വഭാവം രൂപീകരിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നതാണ് ആക്ച്വലി ബിഹേവിയറിസത്തിന്റെ ഒരു ഡെഫിനിഷൻ. ഓക്കെ, സോ മാക്ഡഗൽ എന്ത് ചെയ്യാണ്, ബിഹേവിയറിസത്തെ ഒപ്പോസ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? എന്തുകൊണ്ട് അദ്ദേഹം ബിഹേവിയറിസം ഒപ്പോസ് ചെയ്യുന്നത്? നമ്മൾ അങ്ങനെ കോപ്പി ചെയ്യല്ല, നമ്മുടെ മനസ്സിൽ എന്ത് വരുന്നുണ്ട്, ഒരു ഇൻസ്റ്റിങ്ക്ട് വരുന്നുണ്ട് അല്ലെ, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണ്. രണ്ടും വ്യത്യാസം മനസ്സിലായോ? ഓക്കെ, സോ അങ്ങനെ നമ്മൾ മനസ്സിലുണ്ടാകുന്ന ഒരു സാധനമാണ് ആക്ച്വലി സെന്റിമെന്റ്സ്. സോ സെന്റിമെന്റ്സ് ഈസ് ദ സെന്റർ ഓഫ് ഓൾ ആക്ടിവിറ്റീസ്. എല്ലാ പ്രവർത്തനങ്ങളോടും നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും നമ്മുടെ മനസ്സിൽ അതിനൊരു പ്രത്യേക ഫീലിംഗ്, ഒരു പ്രത്യേക മോട്ടീവ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇൻസ്റ്റിങ്ക്ട് അത് നിർബന്ധമായും ഉണ്ടായിരിക്കും. സോ അത്തരം ഇൻസ്റ്റിങ്ക്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം, സെന്റിമെന്റ്സ് എന്ന് പറയാം എന്നാണ്. സോ അവർ ബിഹേവിയർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മോഡിഫിക്കേഷൻ ഓഫ് ദ ഇൻസ്റ്റിങ്ക്ട് ഓർ സെന്റിമെന്റ്സ്. നമ്മുടെ മനസ്സിൽ വരുന്ന ഇൻസ്റ്റിങ്ക്ട് മാറുന്നതിനനുസരിച്ച് നമ്മുടെ സ്വഭാവവും മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ റെസ്പോൺസും മാറിക്കൊണ്ടിരിക്കും അല്ലെ. നമ്മുടെ മനസ്സിൽ ഒരാളോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ അത് മുതൽ നമ്മുടെ റെസ്പോൺസ് മാറിക്കൊണ്ടിരിക്കും. ഒരാളോട് ദേഷ്യം വന്നിക്കുകയാണെങ്കിലോ നമ്മുടെ റെസ്പോൺസ് മാറിക്കൊണ്ടിരിക്കും അല്ലെ. നമ്മുടെ ഇഷ്ടമുള്ള ഒരാൾ നമ്മുടെ കാര്യം പറഞ്ഞാൽ അതിനെ നമ്മൾ എടുക്കുന്ന രീതി ഒരു രൂപത്തിലും, ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മുടെ കാര്യം പറയുമ്പോൾ അതിന് നമ്മൾ എടുക്കുന്ന രീതി വേറെ രൂപത്തിലും ആയിരിക്കും. അതൊക്കെ ഇൻസ്റ്റിങ്ക്റ്റിന്റെ വ്യത്യാസങ്ങളാണ്, നമ്മുടെ മോട്ടീവിന്റെ വ്യത്യാസങ്ങളാണ്. ഓക്കെ, സോ അതാണ് മാക്ഡഗലിന്റെ ആ ഒരു ബേസ്. ഇനി അടുത്ത ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് ടിച്നർ. ടിച്നർ പറഞ്ഞത് ഹി ഡെവലപ്ഡ് ദിസ് തിയറി ഓഫ് സ്ട്രക്ചറലിസം. ഓക്കെ, സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് ദ മൈൻഡ് ഈസ് ദ ബേസിസ് ഓഫ് ഓൾ ഹ്യൂമൻ ആക്ഷൻസ്. അദ്ദേഹം എല്ലാത്തിനും ഒരു സ്ട്രക്ചർ ഉണ്ട് എന്നാണ് പറയുന്നത്. എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു കൃത്യമായ സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ബിഹേവിയർ ഫോം ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വഭാവങ്ങൾ രൂപീകരിക്കുക എന്നൊക്കെയാണ് ടിച്നറുടെ. അതൊരു ചെറിയ ഭാഗമാണ്, ഒരുപാട് എക്സ്പ്ലനേഷൻ ഇല്ലാത്തൊരു ഭാഗമാണ്. സോ അദ്ദേഹം പറഞ്ഞു വെച്ചാല് ദർ ആർ 3 സ്റ്റേജസ് ഓഫ് മൈൻഡ്. നമ്മുടെ മനസ്സിന് 3 സ്റ്റേജസ് ഉണ്ടെന്നാണ് പറയണേ, കൊഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് കൊണേറ്റീവ്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. സോ മനസ്സിനൊരു സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഒരു കൊഗ്നിറ്റീവായി കാര്യങ്ങൾ ചെയ്യും. ആദ്യം ബുദ്ധിപരമായി തിങ്കിങ്ങിലൂടെ നമ്മൾ ഒരു സാധനം പറയും അല്ലെങ്കിൽ കണ്ടെത്തും, നമുക്ക് ഫീൽ ചെയ്യും.
ദെൻ അത് അഫക്ട് ചെയ്യും. അത് ചെയ്യണോ വേണ്ടേ, നമ്മുടെ മനസ്സിനെ അത് ബാധിക്കുമോ ഇല്ലേ, എന്ത് ഫീലിങ്സ് ആണ് വരിക വരാതിരിക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അതിന് ശേഷമാണ് നമ്മുടെ കൊണക്റ്റീവിലേക്ക് പോവുക. ദാറ്റ് മീൻസ് വില്ലിങ്നെസ്സിലേക്ക് പോവുക, അല്ലെ? ശരിക്കും നമ്മുടെ മനസ്സ് അങ്ങനെ പ്രവർത്തിക്കണില്ലേ? നമ്മൾ ആദ്യം ചിന്തിക്കും, എന്നിട്ട് അത് നമുക്ക് എങ്ങനെയാണ് അത് അഫക്ട് ചെയ്യുക എന്ന് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ അതിന്റെ ഫീലിങ്സ് മനസ്സിലാക്കും. അതിനുശേഷമല്ലേ നമ്മൾ വില്ലിങ്നെസ്സിലേക്ക് നമ്മൾ പോവാ. അതെ സർ. അപ്പം ഇതിൽ ഓരോ തിയറി പറയുമ്പോൾ എന്തുണ്ടാവും, അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ ബിഹേവിയറിസം തീരെ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ പലതും ചെയ്യുന്നത് ഫുള്ള് വേറൊരാൾ ചെയ്ത് കണ്ടിട്ടല്ലേ. നമ്മുടെ വീട്ടിലെ കുട്ടികള് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അവരും ചെയ്യും. എങ്ങനാ? കോപ്പി ചെയ്യും കണ്ടിട്ട് അല്ലെ? നമ്മൾ ചെയ്യുന്ന അതുപോലെ കണ്ടുപിടിക്കൽ അവർ ചെയ്യാം. അതെ. അപ്പൊ അവിടെ ബിഹേവിയറിസം ഉണ്ട്. സോ Yes. ഈ പറഞ്ഞ എല്ലാതും നമ്മുടെ മനസ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ സ്ട്രക്ചറലിസം ആണ്. ദ നാച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് കോൺഷ്യസ്നെസ് ക്യാൻ ബി സ്റ്റഡീഡ് ത്രൂ ഇൻട്രോസ്പെക്ഷൻ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ ബോധം, നമ്മുടെ ബുദ്ധി, അതിന്റെ പ്രവർത്തനവും അതിന്റെ സ്വഭാവവും, അത് ഒരാളുടെ സ്വഭാവം, ഒരാളുടെ നാച്ചർ, ഒരാളുടെ ബിഹേവിയർ, അതൊക്കെ നമുക്ക് ഇൻട്രോസ്പെക്ഷനിലൂടെ നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താം എന്നാണ്. എന്താ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞ അർത്ഥം? ഒരു കാര്യത്തെ കീറി മുറിച്ച് പഠിക്കുക. ഓക്കെ, ആക്ച്വലി ഇവിടെ വെച്ചാൽ നമ്മുടെ മൈൻഡിനെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ അതിനെ ഒരു സെൽഫ് എക്സാമിനേഷൻ നടത്തുക. ഓക്കെ, സെൽഫ് എന്താണ്, ഞാനിപ്പോ എന്ത് ചെയ്തു, ഞാൻ എങ്ങനെ പ്രവർത്തിച്ചു, ഞാൻ എങ്ങനെ ചിന്തിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ തന്നെ മനസ്സിലാക്കുക. ഓക്കെ, സോ സൈക്കോളജി ഡിഫൈൻഡ് ആസ് എ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ്. നമ്മുടെ ബോധം അല്ലെങ്കിൽ നമ്മുടെ അന്തം, അതിലേക്കാണ് ഒരു മൈൻഡ് പോകുന്നതാണ് ടിച്ച്നറുടെ സ്ട്രക്ചറലിസം എന്നുള്ള ആ ഒരു ഭാഗത്ത് പറയുന്നത്. ഇതിലിങ്ങനെ ഓരോരോ രൂപത്തിൽ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ പറ്റി പറയാണ് കേട്ടോ അവിടെ ചെയ്യണത്. ദെൻ ആ ഒരു അതേ കണ്ടന്റ് തുടരുകയാണ് കേട്ടോ. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് സൈക്കോളജി ആൻഡ് ഇറ്റ്സ് എമർജൻസ് ആ സെപ്പറേറ്റ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിങ്ങനെ ഓരോരോ സൈക്കോളജിസ്റ്റോട് പറയാണ്. ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ ഈ മുകളിൽ ഹെഡ്ലൈനിൽ 1, 2, 3 എന്നൊക്കെ പറയുന്നത് ഓരോ സ്ലൈഡ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് നമ്പർ ഇട്ടതാണ് കേട്ടോ. സ്ലൈഡ് മാറുന്നത് അറിയാൻ വേണ്ടിയിട്ട് നമ്പർ ഇട്ടതാണ്. ഇനി അടുത്ത ബിഹേവിയറിസിലേക്ക് പോവാണ്. JB വാട്സൺ. ഓക്കെ, JB വാട്സൺ പറഞ്ഞത് ബിഹേവിയറിസം എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ബിഹേവിയറിസത്തിലൂടെയാണ് നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ എല്ലാം ഫോം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്താ പറഞ്ഞത്? ബിഹേവിയർ സൈക്കോളജിസ്റ്റ് ആണ് ആക്ച്വലി JB വാട്സൺ. ഹി ക്വസ്റ്റ്യൻഡ് ദ വാലിഡിറ്റി ഓഫ് ഇൻട്രോസ്പെക്ഷൻ. അദ്ദേഹം ഈ സെൽഫ് എക്സാമിനേഷൻ, ഇൻട്രോസ്പെക്ഷൻ പറഞ്ഞല്ലോ, അതിന് എത്രത്തോളം വാലിഡിറ്റി ഉണ്ട് എന്ന് അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യാണ്. എല്ലാവർക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും അങ്ങനെ ഒരു കോൺഷ്യസ്നെസ്സിനെ നമുക്ക് അളക്കാൻ കഴിയുമോ, അതിന്റെ ആ ഒരു ക്വാളിറ്റി അളക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതാണ് ആക്ച്വലി JB വാട്സൺ പറയുന്നത്. സോ ഹി ഡിഫൈൻ സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് ബിഹേവിയർ. അദ്ദേഹം പറയുന്നത് വെച്ചാൽ നമ്മുടെ സൈക്കോളജി അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബിഹേവിയേഴ്സ് ഒക്കെ ഫോം ചെയ്യപ്പെടുന്നത് ആക്ച്വലി വേറെ ആൾ ചെയ്യുന്നത് കണ്ടിട്ടാണ്, ബിഹേവിയർ കണ്ടിട്ടാണ് എന്നുള്ളതാണ്. സോ അദ്ദേഹം പറയാണ് he defined behavior in terms of stimulus and response formula. അദ്ദേഹം പറഞ്ഞത് എല്ലാ പ്രവർത്തനങ്ങളും, നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ് ഫോർമുല വെച്ചിട്ടാണെന്നുള്ളതാണ്. സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്, അത് നമ്മൾക്ക് ഒരു പുറത്തുനിന്നുള്ള ഒരു സ്റ്റിമുലസ് അഥവാ ഒരു പ്രവർത്തനം നമ്മൾ കാണുന്നു, അതിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു, അങ്ങനെ നമ്മുടെ ബിഹേവിയർ നമ്മളിലേക്ക് എത്തുന്നു. നമ്മളെ ഈ ചെറിയ മക്കളാകുമ്പോ വീട്ടിൽ നിന്ന് പാരന്റ്സ് തല്ലും അല്ലെ, നമ്മൾ തെറ്റ് ചെയ്താൽ അടി കിട്ടൂലേ, അടി കിട്ടും. അപ്പം അവിടെ നമുക്ക് നമ്മുടെ ഒരു ആക്ഷൻ അവിടെ ഉണ്ടാവാണ്, നമുക്ക് അവിടുന്ന് ഒരു സ്റ്റിമുലസ് വന്നു, അതിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യും. പിന്നീട് നമ്മൾ അതേ പ്രവർത്തനം വരുമ്പോ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്റ്റിമുലസ് നമ്മളിങ്ങനെ ശരിക്കൊന്നും പറഞ്ഞ് ചിന്തിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നത്, അതിനനുസരിച്ച് നമ്മുടെ സ്റ്റിമുലസ് നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോ നമ്മളൊരു നേരെ വൈകി വീട്ടിലേക്ക് വരുന്നു, വീട്ടിൽ നിന്നുള്ള റെസ്പോൺസ് എന്താണ്? സൗണ്ട് കേൾക്കണ്ടോ? വീട്ടിൽ നിന്നുള്ള റെസ്പോൺസ് എന്താണ് അത് നോക്കി അതിനനുസരിച്ചല്ലേ പിന്നീട് നമ്മുടെ സ്റ്റിമുലസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പം നമ്മുടെ സ്റ്റിമുലസ് നമ്മൾ അതിനനുസരിച്ച് മാറ്റൂലേ. ഇപ്പൊ നിങ്ങള് ഓൺലൈൻ പർച്ചേസ് നടത്താറില്ലേ? ഓക്കെ, ഒരു നല്ല ഒരു ഡ്രസ്സ് കണ്ടു,
അത് ഓർഡർ ചെയ്തു, വേറെ ആരും അറിയണ്ടൊന്നുമില്ല. അപ്പം ഡെലിവറി ബോയ് അത് ഡെലിവറി ചെയ്യുമ്പോഴാണ് വീട്ടിലെ ഹസ്ബൻഡും ഒക്കെ അറിയുന്നത്. അദ്ദേഹം അതുകൊണ്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്തു എന്നതിനെ അടിസ്ഥാനമാക്കി ആയിരിക്കൂലേ അതിനുശേഷം ഇനി ഓർഡർ ചെയ്യണോ വേണ്ടെന്ന് നമ്മൾ തീരുമാനിക്കാം. അതെ അതെ. അപ്പൊ അവിടെ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ്, അത് സ്റ്റിമുലസ് റെസ്പോൺസിലൂടെയാണ് ആക്ച്വലി നമ്മുടെ ബിഹേവിയർ ഫോം ചെയ്യുന്നത്, മനസ്സ് പ്രവർത്തിക്കുന്നതെന്നൊക്കെയാണ് ആര് പറഞ്ഞത്? JB വാട്സൺ പറയണേ. അപ്പൊ അത് ശരിയല്ലേ? അല്ല, അപ്പൊ അത് ശരിയല്ലേ? ആക്ച്വലി നമുക്ക് നമ്മുടെ ഒരാള് എങ്ങനെയാണ് പെരുമാറി എന്നതിന്റെ ബേസിൽ നമ്മൾ ഇനി അദ്ദേഹത്തോട് എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ തീരുമാനിക്കുക. അതെ സാർ. അപ്പൊ ഈ തിയറിയും ശരിയാണ്, ഇതിനെന്തുണ്ട്? വാലിഡിറ്റി ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഇത് എല്ലാം ശരിക്കും നമുക്ക് അറിയണം, എല്ലാതും അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഓക്കെ. സോ ഫോർ എവറി സ്റ്റിമുലസ് ദർ ഈസ് റെസ്പോൺസ്. എപ്പോ ഒരു സ്റ്റിമുലസ് ഉണ്ടായാലും ഒരു റെസ്പോൺസ് ഉണ്ടാവും. ഇപ്പൊ പണ്ട് ഫിസിക്സിൽ പഠിച്ചില്ലേ, വേർ ദർ ഈസ് ആൻ ആക്ഷൻ ദർ ഈസ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഈക്വൽ ഓർ ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലെ? അതേപോലെ ഉള്ളൊരു തിയറിയാണ് എന്ത്? JB വാട്സന്റെ ബിഹേവിയറിസം. ഇതൊക്കെ ഇനിയും ഇങ്ങനെ വരാനുണ്ട് കേട്ടോ. ഇതൊക്കെ ഇൻട്രോ മാത്രമാണ്. ജസ്റ്റ് ഇങ്ങനൊരു ബിഹേവിയറിസം ഉണ്ട്, അതിൽ ഇന്നതാണ്, അങ്ങനെ ഒരു ജസ്റ്റ് ഇൻട്രോ മാത്രം അവിടെ. സോ ദ ബിഹേവിയർ സ്റ്റേറ്റ്, രണ്ട് സ്റ്റേറ്റുകളോ സ്റ്റേറ്റുകളുണ്ടോ? ദാറ്റ് we do not allow our instinct like fear, sex, etc. to operate as they are. So the behavior state that behavior states that we do not allow our instance നമ്മളെ മനസ്സിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഫീലിങ്സ്, ഇപ്പൊ ഫിയർ ആവട്ടെ, സെക്ഷൽ ആവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അക്യൂർ ചെയ്യാനുള്ളതാവട്ടെ, ടു ഓപ്പറേറ്റ് ആസ് ദെയർ, അത് കൃത്യമായി അവര് വന്ന അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യൂല, അതിനെ പുറത്തേക്ക് വരാൻ സമ്മതിക്കൂല എന്നാണ്. നമ്മുടെ ഉള്ളിലുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ, എല്ലാ ആഗ്രഹങ്ങളും അതേ അളവില് നമ്മൾ പുറത്തേക്ക് വിടൂല എന്നാണ് ഇത് പറയണേ. കാരണം നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ റെസ്പോൺസ് നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രമേ നമ്മൾ നമ്മളത് ബിഹേവ് ചെയ്യണോ പറയണോ എന്നൊക്കെ ചിന്തിക്കുള്ളൂ എന്നുള്ളതാണ്. അഥവാ നമ്മളൊരു ഉദാഹരണം പറയാണ്, സ്കൂളിൽ വിടുന്ന സമയത്ത് അവിടെ റോഡിൽ പോയി നിന്ന് പെൺകുട്ടികൾ വന്ന്, അല്ലെങ്കിൽ ചെക്കന്മാർ, ഒരു 4 ചെക്കന്മാരൊക്കെ ഉണ്ട് അവിടെ, കുറച്ച് കുട്ടികൾ വന്നു, അവരൊരു ദിവസം കമന്റ് അടിച്ചു. കമന്റ് അടിക്കുമ്പോൾ ആ പെൺകുട്ടികൾ തിരിച്ച് എങ്ങനെ റെസ്പോണ്ട് ചെയ്തു എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അടുത്ത ഒരു ദിവസം കമന്റ് അടിക്കുന്നത്. അപ്പൊ അതേപോലെ ഏതൊരു ഇൻസിഡന്റിലാണെങ്കിലും നമ്മളെ ഉള്ളിൽ വരുന്ന ഒരു ഫീലിങ്ങിനെ അല്ലെങ്കിൽ നമ്മളൊരു ഇമോഷനെ എങ്ങനെ പുറത്തു വിടണം, എത്രത്തോളം പുറത്തു വിടണമെന്ന് അതിന്റെ റെസ്പോൺസും അല്ലെങ്കിൽ ആ സിറ്റുവേഷനൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ തീരുമാനിക്കുള്ളൂ എന്നുള്ളതാണ്. ഫുള്ളി വരുന്ന അതുപോലെ തന്നെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി അതിന്റെ വേറെ രൂപമാണ് സൈക്കോളജി, മനസ്സ് എങ്ങനെ പ്രവർത്തിക്കണേ എന്നുള്ള വേറെ രൂപമാണ് ജസ്റ്റാൾട്ട് എന്ന് പറയുന്നത്. ജസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജി എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്കല്ലേ, ഞാൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഒരു മരം, ഓക്കെ, ഒരു ട്രീ, മരം എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലൊന്ന് കാണി, കണ്ടോ മരം? അപ്പൊ മരം എന്നുള്ള ആ ഒരു ഇമേജ് കിട്ടുമ്പോ നിങ്ങൾ അതിന്റെ എങ്ങനെ ഓർക്കണം? മരത്തിന് നിങ്ങൾ എങ്ങനെ ഓർക്കണേ? മരം നിങ്ങളെ മനസ്സിൽ എങ്ങനെ, അതിന്റെ എന്ത് ഇമേജ് മരത്തിന്റെ പറഞ്ഞേ? ഹലോ, ഇലകളും ഉള്ള ഒരു മരം. ഞാൻ ചോദിക്കണത്, അതിന് ഇല മാത്രം ആരെങ്കിലും മനസ്സിലുണ്ടോ? ഇല മാത്രം, അല്ലെങ്കിൽ ഒരു വേര് മാത്രം ആരെങ്കിലും കാണണം? വേര് മാത്രം എന്റെ മനസ്സിൽ വരുന്നുള്ളൂ, അങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ അതിന്റെ തടി മാത്രം? നമുക്കൊരു മരം പറയുമ്പോൾ നമ്മളിങ്ങനെ ആ താഴെ മുതൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നമ്മൾ ചിത്രത്തിൽ വരച്ച പോലുള്ള ഒരു ഫുൾ രൂപല്ലേ നമ്മൾ മനസ്സിൽ തെളിഞ്ഞു വന്നത്? ഇതിന് ആർക്കെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ആർക്കെങ്കിലും മനസ്സിൽ വന്നിട്ടാണോ? ഹലോ, നിങ്ങൾക്ക് ഞാൻ ചിന്തിക്കുമ്പോ വേറെ എന്തെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണേ. ഇല്ല സർ. ഇല്ല. നമ്മള് പല കോൺസെപ്റ്റുകളും
നമ്മൾ ആസ് എ ഹോൾ മൊത്തമായിട്ടാണ് കാണുന്നത്. ഒരു സ്കൂൾ എന്ന് നമ്മൾ എല്ലാവരും ഒരു സ്കൂളിനെ മനസ്സിൽ കാണുക എന്ന് പറയുമ്പോൾ ഒരു വലിയ ബിൽഡിംഗ് ഇങ്ങനെ മൊത്തമായിട്ട് ആ ഒരു ബിൽഡിംഗ് നിൽക്കുന്ന ഒരു ഇമേജ് നമ്മൾ മനസ്സിൽ വരിക. അല്ലെങ്കിൽ കേവലം ഒരു സ്റ്റാഫ് റൂം മാത്രമോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബോർഡ് മാത്രമോ അങ്ങനെ നമ്മൾ കാണാറില്ല. ജസ്റ്റാൾട്ട് തിയറിയിൽ അങ്ങനെ പറയണത് എവറിത്തിങ് ഷുഡ് ബി വ്യൂഡ് ആസ് എ ഹോൾ ആൻഡ് സ്റ്റഡീഡ് ഇൻ ഇറ്റ്സ് ടോട്ടാലിറ്റി എന്നാണ്. ഒന്നും ഭാഗം പാർട്ട് ആക്കിയിട്ട് നമ്മൾ പഠിക്കാറില്ല, അല്ലെങ്കിൽ കുറച്ച് നമ്മൾ മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ്. ആസ് എ ഹോൾ അതിനെ മൊത്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ജസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജി അല്ലെങ്കിൽ ജസ്റ്റാൾട്ട് തിയറിയിൽ പറയുന്നത്. സോ ദ വേർഡ് ജസ്റ്റാൾട്ട് റെഫേഴ്സ് ടു കോൺഫിഗറേഷൻ എന്നുള്ളതാണ്. ദ ഹോൾ ഓർ ടോട്ടാലിറ്റി എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പൊ ജസ്റ്റാൾട്ട് നിങ്ങൾക്ക് എവിടെ ചോദിച്ചാലും ഹോൾ അല്ലെങ്കിൽ ടോട്ടൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ പറയേണ്ടത്. എന്ത് മനസ്സിലാക്കുകയാണ്. ഇപ്പൊ ലാംഗ്വേജ് നമ്മൾ പഠിച്ചു, അല്ലെ? നമ്മൾ മലയാളം പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു, രണ്ട് രൂപത്തിലാണ് പഠിച്ചേ. മലയാളം നമ്മളെങ്ങനെ പഠിച്ചേ? മദർ ടങ് ആയതുകൊണ്ട് അങ്ങനെ പഠിച്ചു. അല്ല, നമ്മൾ മലയാളത്തിനെ മുറിച്ച് പഠിച്ചോ? ഇത് ലെറ്റർ, അല്ലെങ്കിൽ ഇത് വേർഡ്, ഇത് നൗണ്, ഇത് വെർബ്, അങ്ങനെയൊക്കെ മലയാളം അങ്ങനെ നമ്മൾ സംസാരിക്കാൻ പഠിച്ചേ? നമുക്കങ്ങനെ പ്രത്യേകിച്ച് അതിനൊരു പാർട്ടീഷനോ ഒന്നും ഉണ്ടായിട്ടില്ല, അല്ലെ? നമ്മൾ മുറിച്ചിട്ടില്ല, കാറ്റഗറീസ് ആക്കിയിട്ടില്ല, ഒന്നും ആക്കിയിട്ടില്ല. നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് പഠിച്ചെടുത്തു. എന്നാൽ ഇംഗ്ലീഷ് എങ്ങനെ പഠിച്ചേ? ആൽഫബറ്റ്സ് ആയിട്ട് ആദ്യം പഠിക്കും. ഇംഗ്ലീഷ് ആദ്യം ആൽഫബറ്റ്സ്, പിന്നെ കൂട്ടി വേർഡ്സ് ആക്കി, വേർഡ്സിനെ കൂട്ടി എന്താക്കി? സെന്റൻസ് ആക്കി. സെന്റൻസ് നോക്കിയിട്ടില്ല. ലെറ്റേഴ്സിനെ ആൽഫബറ്റ്സിനെ കൂട്ടി വേർഡ്സ് ആക്കി, വേർഡ്സിനെ കൂട്ടി എന്താക്കി? ആ BA ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടല്ലോ, B.Ed ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടല്ലോ, അവര് പറയും വേർഡ്സ് കൂട്ടി എന്താക്കി? സെന്റൻസ് അല്ല, ഫ്രേസ് ആക്കി. ഫ്രേസിനെ കൂട്ടി എന്താക്കി? സെന്റൻസ്. പിന്നെ സെന്റൻസ് ലാസ്റ്റ് ആണ്. ക്ലോസ് ആക്കി, ക്ലോസ്. കേട്ടോ? അങ്ങനെ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. CL AUSE. AUSE. ഓക്കെ, ദെൻ സെന്റൻസ്. സോ ജസ്റ്റാൾട്ട് അങ്ങനെയാണ് ആസ് എ ഹോൾ. ഇപ്പൊ ജസ്റ്റാൾട്ട് എന്ന് എവിടെ കേട്ടാൽ നമ്മൾ എന്താ മനസ്സിൽ വരേണ്ടത്? ടോട്ടാലിറ്റി അല്ലെങ്കിൽ ഹോൾ. ഓക്കെ, പ്ലാനിങ് ഈസ് റീഓർഗനൈസേഷൻ ഓഫ് ദ ഫീൽഡ് ഓഫ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ നല്ല പെർസീവ് എന്നാണ്. നമ്മള് പുറമേ നിന്നുള്ള നമ്മുടെ എന്തും നമ്മുടെ ബ്രെയിനിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് പെർസെപ്ഷൻ. സോ ഏത് ഫീൽഡ് ഓഫ് പെർസെപ്ഷനിലും അതിൻ്റെ ഒരു റീഓർഗനൈസ് ചെയ്തിട്ട് ടോട്ടൽ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഹ്യൂമൻ ബിഹേവിയർ ഈസ് ബേസ്ഡ് ഓൺ വൺസ് പെർസെപ്ഷൻ ആൻഡ് പെർസെപ്ഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അവർ പാസ്റ്റ് എക്സ്പീരിയൻസ് സ്റ്റോർഡ് ഇൻ അവർ മൈൻഡ്. ഒരു പുതിയ അറിവ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നത് നമ്മുടെ മുന്നത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്, മുന്നത്തെ അറിവുകൾ വെച്ചിട്ടാണ് ആക്ച്വലി പുതിയ അറിവുകൾ നമ്മുടെ മനസ്സിലേക്ക് വരിക. ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഒരു ന്യൂ നോളജ് ഷാൾ ബി കൺസ്ട്രക്റ്റഡ് അപ്പോൺ പ്രീവിയസ് നോളജ് ഓർ പ്രിയർ നോളജ്. പഴയ അറിവിൽ നിന്ന് മാത്രമേ ഒരു പുതിയ അറിവിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. പറഞ്ഞിട്ടുണ്ടോ അത്? പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ചെറിയ കുട്ടികളുണ്ടല്ലോ, അവരാദ്യം ആരെ കണ്ടാലും ഇപ്പാന്ന് വിളിക്കും. പിന്നെയാണ് ഇങ്ങനെ ഇത് കസിൻ ആണ്, അല്ലെങ്കിൽ ഇത് ബ്രദർ ആണ്, ഇത് ഫാദർ ആണ് എന്നൊക്കെ ഇങ്ങനെ മാറി അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളെ കണ്ടാലും ഉമ്മാന്ന് വിളിക്കും. അങ്ങനെയൊക്കെയാണ് ആദ്യം ഉണ്ടാവുക. പിന്നീട് അവരിങ്ങനെ ആ ഒരു കാറ്റഗറൈസേഷനൊക്കെ പോവാ, അല്ലേ? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അതിന്റെ മുന്നോട്ട് പോകണ്ടോ? ഇനി അടുത്തൊരാളാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. സൈക്കോ അനാലിസിസ് എന്നുള്ളതാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്നുള്ള വാക്ക് കേൾക്കാതെ സൈക്കോളജി കടന്നുപോല. ഓക്കെ, വില്യം വൂണ്ട്, സിഗ്മണ്ട് ഫ്രോയിഡ്, ഇവരൊക്കെ ഫാദർ ഓഫ് സൈക്കോളജി എന്നൊക്കെ അറിയപ്പെടുന്ന ആളുകളൊക്കെയാണ്. സോ സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോളജിയിൽ കണ്ടത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ്. അദ്ദേഹത്തിന്റെ തിയറി ആഴത്തിൽ പഠിച്ചാൽ നമുക്കത് വിശ്വസിക്കാനും ഇതുപോലെ ക്ലാസ്സിൽ പറയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത്രയും വ്യത്യസ്തമായി സൈക്കോളജിയെ കണ്ട ഒരാളാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. സൈക്കോ അനാലിസിസ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തിയറിന്റെ പേര്.
he emphasizes the role of unconscious mind in the action of individual. നമ്മുടെ മനസ്സേ കോൺഷ്യസ്, അൺകോൺഷ്യസ്, പ്രീ കോൺഷ്യസ് എന്നൊക്കെ പറഞ്ഞ് പല ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് സർ. അദ്ദേഹം മനസ്സിന്റെ പ്രവർത്തനത്തെ പറഞ്ഞാലോ, ഒരു ഐസ്ബർഗ് വെള്ളത്തിലിട്ടാലുള്ള അവസ്ഥയാണ്. ഐസ്ബർഗ് വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കുക? വെള്ളത്തിൽ ഐസിന്റെ പീസിട്ട് എന്ത് സംഭവിക്കുക? അത് മെൽറ്റ് ആവുന്നല്ല, അതായത് പൊങ്ങി കിടക്കും അല്ലേ? അപ്പൊ അദ്ദേഹം മനസ്സിന് 3 അവസ്ഥകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്, കോൺഷ്യസ്, പ്രീ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. അഥവാ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ? ഞാനിപ്പോൾ സ്ക്രീനിലേക്ക് നോക്കുന്നു, ഇത് വായിക്കുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു. അതിന്റെ കോൺഷ്യസ് മൈൻഡിലുള്ള പ്രവർത്തനമാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതും ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായി ഞാൻ കോൺഷ്യസ് ആയിക്കൊണ്ട് തന്നെ വളരെ ബോധത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് കോൺഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രീ കോൺഷ്യസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ ചായ കുടിച്ചിട്ടുണ്ട്, ഇന്ന് കോളേജിൽ പോയിട്ടുണ്ട്, ജസ്റ്റ് നമ്മളെ മൈൻഡിൽ തൊട്ടപ്പുറത്തുണ്ട്, ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് പോയാൽ എടുക്കാൻ കിട്ടും. അത്തരത്തിലുള്ള സംഭവങ്ങളാണ് പ്രീ കോൺഷ്യസിൽ ഉണ്ടാവുക. അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് ഇവർ പറഞ്ഞത് എങ്ങനെയാ വെച്ചാല്, പലതും നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത പലതും വെച്ച സ്ഥലങ്ങള്, അതല്ലെങ്കിൽ നമ്മൾ അറിയാതെ മനസ്സിനുള്ളിൽ കയറി കുറെ സാധനങ്ങളാണ് ആക്ച്വലി അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവുക. നമുക്ക് ശരിക്കും കോൺഷ്യസ് മൈൻഡ് ആണോ, പ്രീ കോൺഷ്യസ് മൈൻഡ് ആണോ, അൺകോൺഷ്യസ് മൈൻഡ് ആണോ കൂടുതൽ ഉണ്ടാവുക? അറിയോ? 3 കൂടെ മിക്സ് ആയിട്ടല്ലേ തരാം? 3 മിക്സ് ആയിട്ട് തന്നെയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നത് പ്രീ ആണോ, അല്ലെ കോൺഷ്യസ് മൈൻഡ് ആയിരിക്കോ, പ്രീ കോൺഷ്യസ് ആയിരിക്കോ, അൺകോൺഷ്യസ് ആയിരിക്കോ? അൺകോൺഷ്യസിലാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. പ്രീ കോൺഷ്യസും അല്ല, കോൺഷ്യസും അല്ല. കോൺഷ്യസ് ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന ഇടയിൽ തന്നെ നമ്മൾ എവിടേക്കോ പോയി വന്നിട്ടുണ്ടാവും. എത്രയോ ചിന്തകൾ നമ്മൾ മനസ്സുകൂടി കടന്നു പോയിട്ടുണ്ടാവും. സോ വളരെ അറ്റൻറ്റീവായി, വളരെ ലൈവ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയം, കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അതാണ് കോൺഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഇനി സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി പഠിക്കാണ്ട്, ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ സാധനം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, സോ അൺകോൺഷ്യസ് മൈൻഡ് ഈസ് ദ സീറ്റ് ഓഫ് റിപ്രസ്ഡ് ടെൻഡൻസീസ് ആൻഡ് ഡിസയേഴ്സ് ആണ്. നമ്മൾ അടിച്ചമർത്തപ്പെട്ട, നമ്മൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കുറെ സംഭവങ്ങൾ നമ്മൾ ഈ അൺകോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ അടച്ചു വെച്ചിരുന്നെന്ന് പറയുന്നത്. ഓക്കെ, അഥവാ നമ്മളെ ലൈഫിൽ ഉണ്ടായ നെഗറ്റീവായതും നമുക്ക് കിട്ടാത്തതും നമുക്ക് കഴിയാത്തതും അങ്ങനെ കുറെ ആയിട്ടുള്ള നമ്മൾ റിപ്രസ് ചെയ്ത് വെച്ച കുറെ സംഭവങ്ങൾ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ തിയറിയിൽ ഉടനീളം കാണാൻ കഴിയും സെക്സ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ. ഏതൊരു സ്റ്റേജിലാണെങ്കിലും, നമ്മൾ ജനിച്ചു വീണ കുട്ടി മുതൽ ഏറ്റവും ഏജ്ഡ് ആയിട്ട് ഒരാൾ വരെ, അതിന്റെ ഓരോ ഘട്ടത്തിലും സെക്സിന് വല്ലാത്ത പ്രാധാന്യമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ സെക്സ് ഇസ് ദ വില്ലൻ ഓഫ് ദ പീസ് എന്ന് പറയുന്നുണ്ട്. സമാധാനത്തിന്റെ ഒരു വില്ലനായിട്ടും സെക്സിനെ പറയുന്നുണ്ട്. അതേപോലെ ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഡിറ്റർമിൻ ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ പേഴ്സണാലിറ്റിയെ പേഴ്സണാലിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നതിന് ഘടകമാവുക എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ 5 വയസ്സ് വരെയൊക്കെ ഉള്ള സമയം, 5 വയസ്സ് വരെയുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നു പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അതാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അതേപോലെ തന്നെ ഇനി നമുക്ക് 18 വയസ്സ് വരെയുള്ള, നമ്മുടെ പ്രായപൂർത്തി വരെയുള്ളതൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഒരു ചൈൽഡ്ഹുഡ് ആയിട്ട് പരിഗണിച്ചാൽ പോലും അതുവരെ നമ്മൾ സാധാരണ അത്രയൊന്നും ഇല്ല കേട്ടോ, 18 വയസ്സൊന്നും ഇല്ല. അതിന് മുമ്പ് ഒരു 5 മുതൽ 8, 9 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരാളുടെ പേഴ്സണാലിറ്റി എന്ത് ചെയ്യും, ഫോം ചെയ്യപ്പെടും. സോ അതിനു മുമ്പ് നമ്മുടെ കുട്ടിക്ക് കൊടുക്കുന്ന എക്സ്പീരിയൻസ് ആണ് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ദ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ട് നമ്മൾ കുട്ടികളെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പ്രായം എന്ന് പറയുന്നത് 3 to 6 വയസ്സ് വരെയുള്ള സമയമാണ്. പ്രത്യേകിച്ച് 1.5 വയസ്സ് കഴിഞ്ഞ് ഒരു 2-3 വയസ്സ് മുതൽ അങ്ങോട്ട് ഒരു 6 വയസ്സ് വരെയുള്ള സമയമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അവരെ മൊറാലിറ്റി പഠിപ്പിക്കേണ്ടത്,
അവർക്ക് ഹൈജീൻ കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ ക്വാളിറ്റീസും നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ട ഒരു സമയമാണ് ആ ഒരു 3 to 6 എന്ന് പറയുന്ന പ്രായം. സോ അത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്നാണ്. ആ സമയത്ത് ബോത്ത് മദർ ആൻഡ് ഫാദർ ഷുഡ് ബി വിത്ത് ദ പാരന്റ്. നിർബന്ധമായും പാരന്റ്സ് കുട്ടീൻ്റെ അടുത്ത് ഉണ്ടാവണം. കാരണം ഈച്ച് പേഴ്സൺ ഹാസ് ടു ഡു ഡിഫറെന്റ് റോൾ ഫോർ ദ ചൈൽഡ്. ഓരോരുത്തരും മദറിൻ്റെതായ ഒരു ഡ്യൂട്ടിയാണ്, ഫാദറിന് ഫാദറിൻ്റെതായ ഡ്യൂട്ടിയാണ്. സോ ബോത്ത് ഓഫ് ദം ഷുഡ് ബി ദർ വിത്ത് ദ ചൈൽഡ് എന്നുള്ളതാണ് സൈക്കോളജി പറയുന്നത്. ആ സമയത്ത് അപ്പോ സിംഗിൾ പാരന്റ് ഒക്കെ ഉള്ളവരുണ്ടാവില്ലേ? തീർച്ചയായും അപ്പൊ ഈ 2 പാരന്റ്സും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സിംഗിൾ പാരന്റ് ആയ കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ടോക്സിക് പാരന്റിങ്ങിലൂടെ കടന്നുപോയ കുട്ടികളൊക്കെ അതിൻ്റെതായ സ്വഭാവ വൈകല്യങ്ങൾ കാണിക്കും എന്നുള്ളതാണ് സൈക്കോളജി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 18 വയസ്സ് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ഏതൊരാളാവട്ടെ ജീവിതത്തിൽ ഭയങ്കരമായി വാശി കാണിക്കുന്നു, അല്ലെങ്കിൽ ഓവർ പൊസസീവ്നെസ് കാണിക്കുന്നു. ഇങ്ങനൊരു കേസ് നമ്മുടെ മുന്നിൽ വന്നാൽ ആസ് എ സൈക്കോളജിസ്റ്റ് നമ്മൾ അവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ, അവരുടെ ഹിസ്റ്ററി കടന്നു പോകുമ്പോൾ ഈ ഒരു പാരന്റൽ ഇൻഫ്ലുവൻസ് ഒക്കെ നോക്കും, ചെക്ക് ചെയ്യും. കാരണം ഒരു സിംഗിൾ പാരന്റ് ആയാലോ, അല്ലെങ്കിൽ ടോക്സിക് പാരന്റിംഗ് വിധേയമാക്കപ്പെട്ടാലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഫാദർ അബ്രോഡ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആളുകൾ, ഫാദർ ഈസ് ടു ബിസി, അങ്ങനത്തെ കുട്ടികളുടെ ലൈഫിലൊക്കെ അത്തരം സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇത് ചെറിയ ടോപ്പിക് അല്ല, നിസ്സാരമായി കാണരുത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, തിയറി കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് തിയറി പഠിക്കാണ്ട്, ലൈഫ് സ്റ്റേജ് പഠിക്കാണ്ട്, ആ സമയത്ത് നമ്മൾ കൂടുതൽ പറയും. ഇനി നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളുണ്ട്. മനസ്സിൽ ഈ ഒരു 3 സംഭവങ്ങളാണ് മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതിന് 3 പേരാണ് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഓക്കെ, ഇത് മനസ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് ആണ്. മനസ്സിനുള്ളിൽ നടക്കുന്ന 3 തരം പ്രവർത്തനങ്ങളാണ്. ഓക്കെ, ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഈ സിഗ്മണ്ട് ഫ്രോയിഡ് മൈൻഡ് സൈക്കോളജി ഇത് പഠിക്കുമ്പോൾ നിർബന്ധമായും പഠിക്കാതെ പോകാത്ത ഒരു ടോപ്പിക്കാണ് ഈ ഒരു 3 മേജർ സിസ്റ്റം ഇൻ ദ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഓക്കെ, ഞാനൊരു ഉദാഹരണം ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇത് ചോദിക്കുകയാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്, ഒരു ടൂറോ എവിടേക്കെങ്കിലും പോവാണ്. ഇവിടെ റോഡ് സൈഡിൽ ഒരു ഐസ് വിൽക്കുന്ന വണ്ടി ഉണ്ട്. അത് കണ്ടാൽ നമുക്ക് എന്താ ഫീൽ ചെയ്യാം? നമ്മളൊരു സ്കൂളിലേക്ക് പോവാണ്, നമ്മൾ ടീച്ചറാണ്, നമ്മൾ വളരെ സാരിക്ക് ചുറ്റി അല്ലെങ്കിൽ സെറ്റായി സ്കൂളിലേക്ക് പോവാണ്. പോകുന്ന വഴിയിലാണ് നമ്മളൊരു ഐസിന്റെ വണ്ടിക്കാരനെ കണ്ടു. ആ ഐസ് നമ്മളവിടെ വാങ്ങി കഴിക്കൂലേ? അല്ലെങ്കിൽ എന്തൊക്കെ ചിന്തയാണ് നമ്മുടെ മനസ്സിലൂടെ ഇപ്പൊ കടന്നു പോവാ? ഹൈജീനിക് ആണോ അല്ലയോ, ഹൈജീനിക് ആണോ അല്ലേ എന്നൊക്കെ കടന്നു പോകും. അതിന് മുമ്പോ കമ്പനി നോക്കും, മിൽമയാണോ അതോ? ഓക്കെ, എന്നാൽ മിൽമന്റെ ഏറ്റവും ഹൈജീനിക് ആയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് സങ്കല്പിക്കുക. ഐസ് കണ്ടാല് ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താ? വരും. യെസ്, ഐസ് കണ്ടാൽ ഒന്ന് കഴിച്ചാൽ കൊള്ളാം അല്ലെ? ആദ്യം വരുന്ന ചിന്ത അതാണ്, അതൊന്ന് കഴിച്ചാൽ കൊള്ളാം. പിന്നെ നമ്മൾ ചിന്തിക്കും അത് ഹൈജീനിക് ആണോ, അല്ലെങ്കിൽ നമുക്ക് അതിനെ പറ്റിയ സിറ്റുവേഷൻ ആണോ. ഇപ്പൊ സ്കൂൾക്ക് പോവല്ലേ, നിറയെ കുട്ടികളുണ്ടല്ലോ അല്ലെ? കുട്ടികളുണ്ടാകുമ്പോൾ അവരുടെ നടുക്ക് പോയിട്ട് നമ്മൾ ഐസ് ഇങ്ങനെ വാങ്ങിയിട്ട് ഇങ്ങനെ കഴിച്ചു കൊടുക്കുമോ? കഴിക്കുമോ? ഇല്ല, കഴിക്കൂല. അപ്പൊ നമ്മള് പക്ഷെ ഫസ്റ്റ് നമ്മുടെ മനസ്സിനുള്ളിൽ വരുന്ന ഒരു ചിന്ത പറഞ്ഞാല് ഐസ് കണ്ടാൽ അതൊന്ന് കഴിക്കണം, അതൊന്ന് വാങ്ങണം, കാരണം അതിന് ടേസ്റ്റ് ഉണ്ട്, അതിന്റെ നമുക്ക് ഇഷ്ടമാണ്. അത്തരത്തിലുള്ള ചിന്ത ആദ്യം കടന്നു വരാം. സോ അങ്ങനെ നമ്മുടെ മനസ്സിലൂടെ വരുന്ന അത്തരം പോസിറ്റീവായ പ്ലഷറബിൾ ആയിട്ടുള്ള അഥവാ സന്തോഷം ജനിപ്പിക്കുന്ന ചിന്തകളെയാണ് ഇഡ് എന്ന് പറയുന്നത്. അത് ഇഡ് എന്നുള്ള ഒരു സിസ്റ്റം പ്രവർത്തിക്കൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്? അത്തരത്തിലുള്ള പോസിറ്റീവായതും എന്നാൽ സന്തോഷം കിട്ടുന്നതുമായിട്ടുള്ള ചിന്തകൾ വരുന്നത്. ഓക്കെ, നമ്മുടെ മനസ്സിന്റെ സന്തോഷം പ്ലഷർ സീക്കിംഗ് ആണ് ഇഡ്. പക്ഷെ എന്താ പ്രശ്നം അറിയോ? സന്തോഷം മാത്രമേ ഉള്ളൂ, അതിന് ധാർമ്മികതയോ അല്ലെങ്കിൽ തെറ്റും ശരിയോ അങ്ങനൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, തെറ്റാവും ശരിയാവാം, ഇതിനെ സംബന്ധിച്ച് സന്തോഷം കിട്ടണം, ഹാപ്പിനെസ് കിട്ടണം, അത് മാത്രമേ ലക്ഷ്യമുള്ളൂ.
ഓക്കെ, അപ്പൊ ആ ടീച്ചർക്ക് എന്ത് ചെയ്യാം, സാരി എടുത്തുകൊണ്ട് കുട്ടികളൊക്കെ പാസ് ചെയ്യുന്നുണ്ട്, അവരൊക്കെ മുന്നിൽ പോയിട്ട് ഐസ് വാങ്ങിയാണ്ട് ഇങ്ങനെ വളരെ ആസ്വദിച്ച് കഴിക്കാം. ബാക്കിയുള്ളവർ കാണും, അവർ മോശമായി പറയും, ടീച്ചർക്ക് എന്താ തീരെ ക്വാളിറ്റി ഇല്ല എന്ന് പറയും, ഹൈജീനിക് അല്ല എന്ന് പറയും, അങ്ങനെ പലതും പറയും. പക്ഷെ അവിടെ ആ ഒരു ഐസ് കണ്ടാൽ അത് കഴിക്കണം എന്നുള്ള ചിന്ത, ആ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു സന്തോഷം കിട്ടുന്നത് ഇഡ് എന്നുള്ള സിസ്റ്റം പ്രവർത്തിച്ചതുകൊണ്ടാണ്. മനസ്സിലായോ? ഇപ്പം ഒരു പുരുഷൻ ഒരു ഗ്രൗണ്ട് കൂടി ഇങ്ങനെ നടന്നു പോവാണ്. അവിടെ ഒരു പന്ത് കണ്ടു. ഓക്കെ, ആ പന്ത് കണ്ടാല് അദ്ദേഹം ആദ്യം എന്താ ചെയ്യാം, അല്ലെങ്കിൽ എന്താ ചെയ്യാൻ അദ്ദേഹത്തിന് തോന്നുക? നടക്കുന്ന വഴി പന്ത് വെറുതെ തട്ടാൻ പുതിയോ അല്ലെ? ചിലപ്പോ ആ പന്ത് അവിടെ ആ കുട്ടികൾ കളിക്കുന്ന പന്തായിരിക്കും അവിടെ, അല്ലെങ്കിൽ ഈ നടന്നു പോകുന്ന ആള് ഒരു സ്കൂൾ പ്രിൻസിപ്പൽ ആയിരിക്കും, അത് വളരെ വെൽ ഡ്രസ്ഡ് ആയി ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് പോയിരിക്കും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പന്ത് തട്ടാൻ പറ്റിക്കോണമെന്നില്ല, അല്ലെങ്കിൽ പന്ത് തട്ടുന്നത് ഉചിതമാവില്ല. പക്ഷേ എങ്കിലും ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത ആ പന്തൊന്ന് തട്ടണം എന്നുള്ളതൊക്കെ ഇരിക്കും അല്ലെ? അതുപോലെ തന്നെ നല്ലൊരു ഫ്ലവർ, നമ്മൾ പോവാണ് റോഡ് സൈഡിൽ, നല്ലൊരു ഫ്ലവർ കണ്ടു, നല്ലൊരു റോസാ പുഷ്പം കണ്ടു, നമുക്ക് എന്താ ആദ്യം ഫീൽ ചെയ്യാം? ഒന്ന് സ്മെല്ല് ചെയ്യാനോ സ്മെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ അത് പറിക്കാനോ ഫീൽ ചെയ്യും അല്ലെ? അതൊന്ന് പറിച്ചെടുത്ത് നമ്മളിങ്ങനെ സ്മെല്ല് ചെയ്ത് ഇങ്ങനെ നടന്നു പോകണ ആലോചിക്കണി, അത് ഫീൽ ചെയ്യും. പക്ഷെ പറിക്കൂല, നമ്മൾ സ്മെല്ല് ചെയ്യാൻ നമ്മൾ കണ്ടവാകുമ്പോലും കളിക്കൂല. പക്ഷെ മനസ്സിലുണ്ടാവുക അതൊന്ന് സ്മെല്ല് ചെയ്യണം, അതൊന്ന് പറിക്കണം, അത് സ്വന്തമാക്കണം എന്നൊക്കെ ഇരിക്കും അല്ലേ? സോ അതാണ് ഇഡിന്റെ പ്രവർത്തനം. ഇനി അവിടെ ആ സമയത്ത് ഈഗോ കയറി വരും. ആദ്യം ഇഡ് കയറി വരും. ഓക്കെ, ഇഡ് സന്തോഷമാണ്, ഹാപ്പിനെസ് ആണ്, കണ്ട ആ ഒരു റോസാപ്പൂ പറിക്കണം, കണ്ട ഐസ്ക്രീം വാങ്ങണം, കണ്ട പന്ത് തട്ടണം. അവിടെയാണ് ഈഗോ കയറി വരും. ഈഗോനെ അറിയപ്പെടുന്നത് വെച്ചാല് മനസ്സിന്റെ പോലീസ് എന്നാണ് ഈഗോനെ പറ്റി അറിയണത്. തെറ്റും ശരിയും നോക്കുന്ന ആളാണ് ഈഗോ. നേരത്തെ പറഞ്ഞില്ലേ, ഐസ് കണ്ടാൽ എന്താണ് ചിന്ത വരും വെച്ചപ്പോ അതിന്റെ ഹൈജീനിക് ആണോ നോക്കും, ബ്രാൻഡഡ് ആണോ നോക്കും എന്നൊക്കെ പറഞ്ഞില്ലേ? ആ വ്യക്തിയില് ഇഡ് പ്രവർത്തിച്ചു, അതിനപ്പുറത്ത് ഈഗോ പ്രവർത്തിക്കുകയാണ്. ഇവിടെ ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ കുയിന്തിനല്ല. നമ്മൾ ഈഗോ എന്ന് ആരാ പറയാ? നമ്മൾ സാധാരണ എന്തിനാ ഈഗോ പറയല്? അസൂയ അല്ലേ, കുയിന്ത്, ഇതിനൊക്കെ ഈഗോ പറയല്. ഹലോ, അതെ. അല്ലെങ്കിൽ അല്ല പറയും. ഞാൻ എന്റെ നാട്ടിലെ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയണത്. നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അല്ല എന്ന് പറയും. സോ ഇവിടെയുള്ള ഈഗോ എന്തല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ അസൂയല്ല. ഇവിടെ ഓപ്പറേറ്റിംഗ് അറ്റ് കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് ലെവൽ. അപ്പൊ ഇത് അൺകോൺഷ്യസ് മൈൻഡാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനെ സംബന്ധിച്ച് ഈ അൺകോൺഷ്യസ് മൈൻഡ് വേറെ പ്രത്യേകത കേട്ടോ. അൺകോൺഷ്യസ് മൈൻഡിന് തെറ്റും ശരിയും അറിയേയില്ല. നമ്മുടെ ചെറിയ മക്കളുണ്ടല്ലോ, ഈ ചെറിയ മക്കളൊക്കെ ഒരു 5 വയസ്സ് വരെയൊക്കെ പറയലുണ്ട്. കൂടുതൽ അവർ അൺകോൺഷ്യസ് മൈൻഡിലിരിക്കും. പ്രത്യേകിച്ച് 2 വയസ്സ് വരെയൊക്കെ എന്തായാലും അവർ അൺകോൺഷ്യസ് മൈൻഡിലാണ് ഉണ്ടാവുക. അവർക്ക് കോൺഷ്യസ്നെസ് കുറവായിരിക്കും. ഓക്കെ, അവർക്ക് തെറ്റ്. അതാണ് ഈ ചെറിയ കുട്ടികളെ കണ്ടാൽ അപ്പൊ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഒരു കളിപ്പാട്ടം കണ്ടാല് അത് അവിടെ നിന്ന് തന്നെ വാങ്ങണം അല്ലെ? നമ്മൾ അങ്ങാടി പോകുമ്പോ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കും. ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേക്കും അവർ JCB കണ്ടിട്ടുണ്ടാവുക. അപ്പൊ ആ JCB വേണം അപ്പൊ തന്നെ വാങ്ങേണ്ടി വരും. പൈസ ഉണ്ടോ നോക്കൂല, പോകുന്ന സാഹചര്യം നോക്കൂല, സ്ഥലം നോക്കൂല, സമയം നോക്കൂല അല്ലെ? കുട്ടികൾ വാശി എടുക്കൂലേ? അപ്പൊ നമ്മളെന്താ പറയാ, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ്, നമ്മളെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ വണ്ടില്ല, ഇങ്ങനെ പലതും നമുക്ക് റിയാലിറ്റി പറയാം. അതൊക്കെ ചിന്തിച്ചുകൂടാ, എനിക്ക് തീരെ ബോധമല്ലേ, ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴാണ് ആരെങ്കിലും വണ്ടി വാങ്ങുക, അങ്ങനെയൊക്കെ പലതും നമ്മൾ പറയും. അതൊക്കെ നമ്മുടെ ഈഗോ പ്രവർത്തിക്കുമ്പോഴാണ്. പക്ഷെ ആ കുട്ടിയിൽ എന്താ പ്രവർത്തിച്ചിരുന്നത്? ഇഡാണ് പ്രവർത്തിക്കുക. അവരിൽ ഏറ്റവും കൂടുതൽ ഇഡാ പ്രവർത്തിക്കുക. അവർക്ക് എപ്പോഴും സന്തോഷം കിട്ടിയാൽ മാത്രം മതി. മനസ്സിലായോ? ചെറിയ കുട്ടികൾ ചിന്തിച്ചു നോക്കുക, ഫുൾ ഇഡിലേക്ക് വരും. അത് അൺകോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനമാണ്. ഓക്കെ, ഇനി ഈഗോ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് അറ്റ് കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് ലെവൽ, നമ്മൾ കുറച്ചുകൂടി ബോധവാന്മാരാകുകയാണ്. അതാണ് ഐസ്ക്രീം കൊണ്ട് നമ്മൾ വാങ്ങാതെ പോയത്. കാരണം എന്താ അറിയോ, ഇതിപ്പോ ഞാൻ വാങ്ങാൻ പറ്റൂല, അത് ഹൈജീനിക് അല്ല, അല്ലെങ്കിൽ അത് നല്ല ബ്രാൻഡ് അല്ല, അല്ലെങ്കിൽ ഞാനിപ്പോ ഐസ് എന്ന പറഞ്ഞ സന്ദർഭത്തിലല്ല എന്നൊക്കെ നമുക്ക് ബോധം വരല് ഈഗോ പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പൊ നമുക്ക് ഈഗോ വേണോ വേണ്ടേ? വേണം അല്ലേ? കാരണം നമ്മൾ ടൂർ പോകുമ്പോ, ഒരു ടൂർ പോകണം കേട്ടോ, ഫാമിലി ടൂർ പോവാണ്, അവിടെ ഇഡാണോ കൂടുതൽ വേണ്ടത്, ഈഗോ ആണോ കൂടുതൽ വേണ്ടേ? ടൂർ പോവാണ്, ബസ്സിലാണ് കേട്ടോ, ഫാമിലിത്തെ എല്ലാവരും ഉണ്ട്, അളാമ മൂത്താപ്പ എല്ലാവരും ഉണ്ട്, നമ്മുടെ കസിൻസ് ഒക്കെ ഉണ്ട്, വൈബ് എല്ലാവരും ഉണ്ട്. അവിടെ ഇഡ് പ്രവർത്തിക്കണോ ഈഗോ പ്രവർത്തിക്കണോ?
ഇഡ് കൂടുതൽ പ്രവർത്തിച്ച ആൾ അവിടെ ആ ടൂറിൽ എന്താ ചെയ്യണ്ടാവുക? ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കുണ്ടാവും, എല്ലാവരെയും ആക്കി സംസാരിക്കുന്നുണ്ടാകും. പരമാവധി അവിടെ ഓൽക്ക് തെറ്റു ശരി അങ്ങനെ ഒന്നുമില്ല അല്ലെ. വയസ്സ് നോക്കിയിട്ടുണ്ടാവില്ല, മൂത്താപ്പാനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുന്നുണ്ടാവും, കളാപ്പാനെ കൂടി ഡാൻസ് കളിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ പോലെ ആകെ അലമ്പാക്കി. സന്തോഷം എന്ത് ചെയ്താലാണ് സന്തോഷം കിട്ടുക അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടാവും. ആം ഐ റൈറ്റ്? ഇനി ഒരാൾക്ക് ഈഗോ ആണ് അവിടെ കൂടുതൽ വന്നതെങ്കിലേ ആ വ്യക്തി എന്താ ചെയ്യണ്ടാവുക? ഒറ്റയ്ക്ക് ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ടോ? ഒരു സീറ്റിൽ ഇങ്ങനെ മാറി ഇരുന്നിട്ട് ഇങ്ങനെ മസിൽ പിടിച്ചിട്ട് ഇതെന്താ തുള്ളിച്ചാടേ, അവിടെ ആ കാരണന്മാരെ പോലെ റെസ്പെക്ട് ചെയ്യണ്ടേ, അങ്ങോട്ടാക്കണ്ടേ ഇങ്ങോട്ടാക്കണ്ടേ, അതിലൊക്കെ തെറ്റു ശരിയും കണ്ടു ഇങ്ങനെ നടക്കുന്നുണ്ടാവും അല്ലേ. അതാണ് ഈഗോന്റെ പ്രവർത്തനം. അവർ ഭയങ്കര കോൺഷ്യസ് ആണ്. അവര് ഈ മനസ്സിന്റെ പോലീസാണ്. എല്ലാത്തിനും തെറ്റും ശരിയും നോക്കുക എന്നുള്ളതാണ് ആരെ പണി? ഈഗോന്റെ പണി. ഓക്കെ, മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കണം. മനസ്സിലാവില്ലെങ്കിൽ ചോദിക്കണം. സൈക്കോളജി കുറെ ആളുകൾ ആദ്യമായിട്ട് പഠിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇത് വളരെ രസകരമാണ്. നമ്മുടെ ലൈഫിലൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട്. അപ്പൊ അതാണ് ഈഗോ. ഓക്കെ, ഈ സൂപ്പർ ഈഗോ. അപ്പൊ നോക്കട്ടെ, ഈ ഇഡ് ഏറ്റവും കൂടുതൽ ഉണ്ടായ നമ്മുടെ ലൈഫ് എങ്ങനെയാണ്? നമ്മുടെ ലൈഫിൽ ഇഡ് ഭയങ്കര കൂടുതലാണ്. എന്ത് സംഭവിക്കുക? മൊറാലിറ്റിക്കൊന്നൊരു വാല്യൂ. മൊറാലിറ്റിക്കും വാല്യൂ ഉണ്ടാവില്ല, തെറ്റു ശരി നോക്കൂല. നമുക്ക് ഇപ്പൊ ടൂർ കൊടുക്കുകയാണെങ്കിൽ അപ്പൊ ഇറങ്ങി പോവാ. ഇപ്പം കളിക്കാൻ പോകണമെങ്കിൽ അപ്പൊ കളിക്കാൻ പോവാ. ഇപ്പൊ ഫുഡ് പുറത്ത് എങ്ങനെ ഒറ്റ മൈൻഡ് പറയാം. ഒറ്റ മൈൻഡ്, ഫുള്ള് വൈബ്. ഇപ്പത്തെ ഒരു ടൈമില്ല വൈബ് എന്ന് പറയണേ. എപ്പോഴും സന്തോഷം കിട്ടണം, അതായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി തേർഡ് വൺ സൂപ്പർ ഈഗോ ആണ്. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് അറ്റ് കോൺഷ്യസ് ലെവലാണ്. ഇത് കൂടുതൽ മൊറാലിറ്റി പ്രിൻസിപ്പിൾസ് ആണ്. അഥവാ തെറ്റും ശരിയല്ല, ധാർമ്മികമാണോ അല്ലേ എന്നാണ് നോക്കുക. അഥവാ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്താലേ പഠിച്ചവന്റെ കയ്യിൽ നിന്ന് കുറ്റം കിട്ടും അല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഈ ദൈവവുമായി ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത് ചിന്തിക്കുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫുള്ള് ധാർമ്മികതയാണ് നോക്കുക. അഥവാ റൈറ്റ് ഓർ റോങ് അല്ല, ധാർമ്മികത. ശരിക്കും റൈറ്റും ധാർമ്മികതയും ഒരുമിച്ച് പോകുന്ന രണ്ട് സംഭവങ്ങളാണ്. പക്ഷെ സൂപ്പർ ഈഗോ ഉള്ള ആളുകൾ എപ്പോഴും കുറച്ചുകൂടി ഒരു ദൈവികമായി ചിന്തിക്കുന്ന ആളുകളായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ടൂറ് പോകുമ്പോ സൂപ്പർ ഈഗോ ഉള്ള ഒരാളെ സംബന്ധിച്ച് ആളെന്തെങ്കിലും എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യാം? ഫസ്റ്റ് കേൾപ്പത്തിന് മുമ്പ് ചോദിക്കുമ്പോ എല്ലാവരും സുബേസ്കരിച്ചില്ലേ അല്ലേ? ഇപ്പൊ രാവിലെ പോവാണെങ്കിൽ പിന്നെ വേറെ ഭാഗം ഇങ്ങനെ കൊടുക്കും, വാച്ചിക്ക് നോക്കി കയറും. പിന്നെ അടുത്ത പള്ളി കാണുമ്പോൾ നിർത്തി കേട്ടോ, പിന്നെ നമ്മള് നിസ്കരിക്കാൻ അയക്കണമെന്ന് പറഞ്ഞിട്ട് ഓലങ്ങനെ പ്രാർത്ഥനയും അങ്ങനെ ആ ഒരു ധാർമ്മികതയും വെച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ടാവും. പക്ഷെ ഇഡ് കൂടുതൽ ആളപ്പം എന്താ പറയുണ്ടാവുക? ഒരു പാട്ട് ഇങ്ങോട്ട് തുടങ്ങി എല്ലാവരും വൈബായി ഇങ്ങോട്ട് തുടങ്ങുന്ന സമയകരം ഒരു നിസ്കാരമൊക്കെ. പിന്നെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡാൻസ് കളിക്കപ്പോ വൈബാണ്, ഈ ഒരു വൈബ് കളയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഓല അങ്ങനെ നടക്കണ്ടാവും അല്ലെ. ഈഗോ ആണെങ്കിലോ, ഈഗോന്റെ ആൾ എന്താ ചെയ്യണ്ടാവുക ആ സമയത്ത്? സൂപ്പർ ഈഗോ പറയാണ് നിസ്കരിക്കാൻ സമയമായി, ഇപ്പൊ ഇങ്ങനെ പോണ്ട, എല്ലാരും നിർത്തി, എല്ലാവരും നിസ്കരിച്ചിട്ട് വാങ്ങി പോവാ. ഇഡ് പറയാണ് ഇപ്പൊ നമ്മള് വൈബിൽ നിൽക്കുകയാണ്, എല്ലാവരും ഇപ്പൊ ഇങ്ങനെ വളരെ ആക്റ്റീവായി നിൽക്കുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് പോരെ എന്നൊക്കെ ചോദിക്കുകയാണ്. ഈഗോ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാം? ഏതാ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് തീരുമാനം. ഈഗോ ചിന്തിക്കോ നമ്മളിപ്പോ ഇതില് ഇപ്പൊ തന്നെ നിസ്കരിക്കേണ്ടതുണ്ടോ അല്ലെ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതിയെങ്കിൽ, പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ്പൊ അങ്ങനെ ആക്കിയാൽ മതി. കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ആരിടപെടും? ഈഗോ ഇടപെടും. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, മൊറാലിറ്റി ആണ് അവിടെ നോക്കുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ ചോദിക്കട്ടെ, നമ്മുടെ ഈ സൂപ്പർ ഈഗോ ഏറ്റവും കൂടുതൽ ഏത് പ്രൊഫഷനായിരിക്കും? സൂപ്പർ ഈഗോ ഏറ്റവും കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഏത് പ്രൊഫഷനിൽ നിൽക്കുന്ന ആളുകൾക്കാ? റിലീജിയനുമായി ബന്ധപ്പെട്ട റിലീജിയസ് ആയിട്ടുള്ള സെയിന്റ് അല്ലെങ്കിൽ ഉസ്താദുമാര് അല്ലെ, അങ്ങനെ റിലീജിയസ്. എത്തീസ്റ്റുകൾക്ക് സൂപ്പർ ഈഗോ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഈ മൂന്നും എല്ലാവർക്കും ഉണ്ട്. അപ്പൊ സൂപ്പർ ഈഗോ നമ്മൾ കൂടുതലും ദൈവികമായിട്ടാണ് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അവര് അങ്ങനെ ബിലീവ് ചെയ്യുന്നില്ലല്ലോ. അവരതിനെ ഈ വന്ന എനർജി പോസിറ്റീവുള്ള അവർ നെഗറ്റീവ് ആക്കി എന്നുള്ളതാണ്. പിന്നെ എത്ര വ്യത്യസ്തമാണെങ്കിലും വീഴാൻ പോയ ഓരോ ദൈവമേ എന്നെ വിളിക്കുക.
പലരും വാദങ്ങൾക്ക് വേണ്ടിയും പലതൊക്കെ പറഞ്ഞു വെക്കുന്നതാണ്. പിന്നെ ഒരു സൂപ്പർ ഈഗോ വളരെ കുറഞ്ഞ എമൗണ്ടിൽ ഉണ്ടാവാം, അങ്ങനെ സംഭവിക്കാം. സോ ഈ 3 കാര്യം മനസ്സിലായോ? ഇഡ് ഈഗോ, സൂപ്പർ ഈഗോ മനസ്സിലായോ? അപ്പൊ 3 വേണം. ഓക്കെ, എന്നാൽ സാഹചര്യത്തിനനുസരിച്ച് അത് അങ്ങോട്ട് മാറ്റി മാറ്റി കളിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു പിന്നെ സൈക്കോളജിക്കൽ സ്കൂളിലേക്ക് അല്ലെങ്കിൽ ടേമിലേക്ക് പോവാണ് കേട്ടോ. ഇൻഡിവിജ്വൽ സൈക്കോളജി ആൻഡ് അനലിറ്റിക്കൽ സൈക്കോളജി എന്നുള്ളതാണ്. സോ ഫ്രോഡ് ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ ആരാ? അവരുടെ ഇതുണ്ടാവില്ലേ, സ്റ്റുഡൻസ് കണ്ടില്ലേ? ഈ പണ്ടത്തെ സൈക്കോളജിസ്റ്റും ഫിലോസഫേഴ്സിനൊക്കെ അവരുടെ പിന്നെ സ്റ്റുഡൻസ് ഉണ്ടാവും. അത്തരത്തിൽ അവരുടെ കീഴിൽ പഠിച്ച് വന്ന ആളുകള്. ഓക്കെ, ആഡ്ലർ ആൻഡ് കോൾ യൂങ്. ഇത് വായിക്കുന്നത് കോൾ യൂങ് എന്നാണ് കേട്ടോ. JUNG എന്നൊക്കെയാണ്. ബ്രോക്ക് അവേ ഫ്രം ഹിം ആൻഡ് ഫൗണ്ടഡ് ദെയർ ഓൺ സ്കൂൾസ്. അഥവാ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സ്റ്റുഡൻസ് അവരെന്ത് ചോദിച്ചാല് അവരുടേതായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു പിന്നെ ഇൻഫ്ലുവൻസ് അവരിൽ ഉണ്ട്, എങ്കിലും അവരെന്ത് ചെയ്തു? അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാട് സൈക്കോളജിയിൽ കൊണ്ടു. ദാറ്റ് ആർ ഇൻഡിവിജ്വൽ സൈക്കോളജി ആൻഡ് അനലിറ്റിക്കൽ സൈക്കോളജി. ഓക്കെ, അവര് പറഞ്ഞു വെച്ച 2 തരം സൈക്കോളജിയാണ് ഇൻഡിവിജ്വൽ സൈക്കോളജി ആൻഡ് അനലിറ്റിക്കൽ സൈക്കോളജി. സൗണ്ട് കേൾക്കണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, ഇനി ഒരുപാട് മുന്നോട്ട് പോകില്ല, ഞാൻ അധികം വേഗം നിർത്തും കേട്ടോ. സോ കാൾ യൂങ് സ്ട്രെസ്ഡ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അഥവാ പ്രീവിയസ് എക്സ്പീരിയൻസ്, പാസ്റ്റ് എക്സ്പീരിയൻസ് ഒരാളുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞു വെച്ചേക്കാണ്. അപ്പോൾ തിങ്സ് റിലീജിയൻ ഹാസ് എ ലോട്ട് ഓഫ് തെറാപ്യൂട്ടിക് വാല്യൂ. മതം എന്ന് പറയുന്നതിന് നമുക്കൊരു തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ട് എന്നുള്ളതാണ് കോൾ യു എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ റിലീജിയൻ, നമ്മുടെ വിശ്വാസങ്ങള്, അതിന് നമുക്കൊരു തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ട്. നമ്മുടെ മനസ്സിനൊരു സ്വാതന്ത്ര്യം നൽകാനും അല്ലെങ്കിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യാനൊക്കെ മതത്തിന് കഴിവുണ്ട് എന്നുള്ളതാണ്. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? മതപരമായ വിശ്വാസങ്ങളെ കൊണ്ട് നമ്മൾ പിന്നെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുകയും അല്ലെങ്കിൽ പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് എക്സ്പീരിയൻസ് അല്ലെ, പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മള് പുതിയ ബിഹേവിയർ ഫോം ചെയ്യൂലേ? അതുപോലെ ആഡ്ലർ പറഞ്ഞത് birth order of an individual in the family has much influence in determining one's way of life. ബർത്ത് ഓർഡർ അല്ലേ, അത് ഒന്നാമത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി, അവസാനത്തെ കുട്ടി, ഇങ്ങനെ ബർത്ത് ഓർഡർ അനുസരിച്ച് നമ്മുടെ ജീവിത സ്റ്റൈൽ രീതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ആഡ്ലർ പറഞ്ഞത്. ഒന്നാമത്തെ കുട്ടിന്റെ ലൈഫ് വേറെ രൂപത്തിലായിരിക്കും, അവസാനത്തെ കുട്ടിന്റെ ലൈഫ് വേറെ രൂപത്തിലായിരിക്കും. ഹലോ, അവിടെ എന്തോ പറയണ്ടോ? മനസ്സിലായോ? നമ്മള് ഒന്നാമത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി, മൂന്നാമത്തെ കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികളുടെ പോലെ. സോ അതിലെ ഫസ്റ്റത്തെ ചൈൽഡ് അല്ലെങ്കിൽ ഒന്നാമത്തെ കുട്ടിയുടെ ബിഹേവിയർ അല്ല, ലൈഫ് സ്റ്റൈൽ അല്ല രണ്ടാമത്തെ കുട്ടിക്ക് ഉണ്ടാവുക എന്നാണ് പറയണത്. അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒന്നാമത്തെ കുട്ടി എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടാമത്തെ കുട്ടി എങ്ങനെ ആയിരിക്കും, അങ്ങനെ വല്ല ഇതും ആർക്കെങ്കിലും അറിയോ? മെച്യൂരിറ്റി ഏറ്റവും കൂടുതൽ ആർക്കും ഉണ്ടാവുക? മെച്യൂരിറ്റി ഒന്നാമത്തെ കുട്ടിക്കാണോ മൂന്നാമത്തെ കുട്ടിക്കാണോ? ഒന്നാമത്തെ കുട്ടിക്ക്. ഓഫ് കോഴ്സ് ഒന്നാമത്തെ കുട്ടിക്ക് മെച്യൂരിറ്റി ഉണ്ടാവുക. അതുപോലെ തന്നെ കൂടുതൽ റെസ്പോൺസിബിൾ ആവാറായിരിക്കും? ഒന്നാമത്തെ ആളായിരിക്കും മൂന്നാമത്തെ ആളായിരിക്കും? ഒന്നാമത്തെ ആൾ തന്നെ. ഒന്നാമത്തെ ആളായിരിക്കും. കൂടുതൽ പെർഫെക്ഷൻ കൊണ്ടുവരാൻ ആരായിരിക്കും? അത് പറയാൻ പറ്റൂലല്ലോ. എല്ലാത്തിനും ഒരു കൃത്യത കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുകയും അതും ഒന്നാമത്തെ കുട്ടിന്റെ പ്രത്യേകതയായിട്ടാണ് പറയാ. ഓക്കെ, സോ അങ്ങനെ എന്തുണ്ട്? പിന്നെ ഈ രണ്ടാമത്തെ കുട്ടിന്റെ പ്രത്യേകത കേട്ടുകൾ കുറച്ചുകൂടി അഡ്ജസ്റ്റഡ് ആയിരിക്കും. പിന്നെ എപ്പോഴും നഷ്ടപ്പെട്ടവന്റെ വേദന ഒന്ന് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മൂത്ത ആളുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രത്യേകതകൾ പറയാറുണ്ട്. ഓക്കെ, ഇവിടെ പറയണ ഇത്രയേ ഉള്ളൂ, ബർത്ത് ഓർഡർ ഒരാളുടെ ബിഹേവിയർ തീരുമാനിക്കും എന്നുള്ളതാണ്.
ഓക്കെ, അപ്പൊ നമ്മള് ഏകദേശം ഒരു 8 കയ്യിലെ ഇനിയല്ലോ. ഇനി ഇതിലൊരു പിന്നെ തിയറിയെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോണതാണ്. ഈ ഒരു സൈഡ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ. സോ അതൊരു കോൺട്രിബ്യൂഷൻ ടു ദ ഗ്രോത്ത് ഓഫ് സൈക്കോളജിയാണ്. സൈക്കോളജി ഇങ്ങനെ വളർന്നപ്പോൾ ബാക്കി എന്തൊക്കെയാണ് ഗ്രോത്ത്? അതിലൊന്നാണ് ജീൻ പിയാഷെ. ജീൻ പിയാജറ്റ് എന്ന് പറഞ്ഞ ഇതിന്റെ ഡെഫിനിഷൻ സ്പെല്ലിംഗ് കാണാം. ജീൻ പിയാഷെ എന്നാണ് വായിക്കേണ്ടത്. ഓക്കെ, കോഗ്നിറ്റീവ് സൈക്കോളജി അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ തിയറി പഠിക്കാണ്ട് കോഗ്നിറ്റീവ് സൈക്കോളജി പഠിക്കും. അതുപോലെ തന്നെ കോൾ റോജേഴ്സ്, അദ്ദേഹം ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയാണ് പറഞ്ഞത്. ഇവരുടെ ഇനി തിയറികൾ വരാൻ കേട്ടോ. അവരൊക്കെ പറഞ്ഞു എങ്ങനെയാണ് ബിഹേവിയർ ഫോം ചെയ്യുക, ഒരാളുടെ മനസ്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെയുള്ള തിയറികൾ പറഞ്ഞിട്ടുണ്ട്. അത് വരാനുണ്ട്. ഇപ്പൊ ജസ്റ്റ് സൈക്കോളജിസ്റ്റും അദ്ദേഹത്തിന്റെ തിയറിയും എന്നുള്ളത് മാത്രം ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ, സോ ആ സൈക്കോളജി ഈസ് കൺസേൺഡ് വിത്ത് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ, ദ കോമ്പണൻസ് ഓഫ് ബിഹേവിയർ. അഥവാ സൈക്കോളജിയെ ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ എന്ന കോൺസെപ്റ്റിൽ കാണുമ്പോൾ സൈക്കോളജിന്റെ ബിഹേവിയറിന്റെ കോമ്പണൻസ് ആയിട്ട് ദ കോൺഷ്യസ് എക്സ്പീരിയൻസും അൺകോൺഷ്യസ് പ്രോസസ്സും ഇങ്ങനെ 2 കോമ്പണൻസ് ഉണ്ടെന്ന് പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കോൺഷ്യസ് ആയിട്ട് നമ്മുടെ എക്സ്പീരിയൻസുകൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ അൺകോൺഷ്യസ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ, അങ്ങനെ 2 ഉണ്ട്. കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്, ഇങ്ങനെ 2 ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഇതിലൊക്കെ ഇനി സൈക്കോളജിക്ക് കൊടുത്ത കോൺട്രിബ്യൂഷൻസ് ആണ്. E.H. വെബർ കണ്ടക്ടഡ് സൈക്കോളജി എക്സ്പെരിമെന്റ്സ്, വെബേഴ്സ് ലോ. അത് നമുക്ക് ഡീറ്റെയിൽഡ് പഠിക്കാനില്ല എന്ന് ഞാൻ മനസ്സിലാക്കണേ. വെബേഴ്സ് ലോ അത് സൈക്കോളജിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അതുപോലെ തന്നെ ഫെച്ച്നർ അദ്ദേഹത്തിന്റെ ബുക്സ് സൈക്കോ ഫിസിക്സ്, അദ്ദേഹം എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എലമെന്റ്സ് ഓഫ് സൈക്കോ ഫിസിക്സ് എന്നുള്ള പുസ്തകം ഒരു കോൺട്രിബ്യൂഷൻ ആണ്. അതുപോലെ തന്നെ വില്യം വൂണ്ട്. ഓക്കെ, വില്യം വൂണ്ട് അദ്ദേഹത്തിന്റെ സ്പെല്ലിംഗ് ഒക്കെ നോക്കുക. അതുപോലെ തന്നെ ജീൻ പിയാഷെന്റെ സ്പെല്ലിംഗ് നോക്കുക, വില്യം വൂണ്ടിന്റെ സ്പെല്ലിംഗ് നോക്കുക. എസ്റ്റാബ്ലിഷ് ദ ഫസ്റ്റ് സൈക്കോളജി ലബോറട്ടറി. സൈക്കോളജിക്ക് ലാബ് ഉണ്ട്, ലബോറട്ടറി ഉണ്ട്. നമ്മുടെ ബിഹേവിയറും ഇതിലൊക്കെ നമുക്ക് എക്സ്പെരിമെന്റൽ ക്ലിനിക്കൽ സൈക്കോളജി, ക്ലിനിക്കൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ലബോറട്ടറി ഉണ്ട്, സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഉണ്ട്. സോ അതുപോലെ ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് അറ്റൻഷൻ, റിയാക്ഷൻ ടൈം ആൻഡ് മെമ്മറി അസോസിയേഷൻ, ഇമോഷൻ എക്സെട്ര. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? വില്യം വൂണ്ട് അദ്ദേഹത്തിന്റെ സൈക്കോളജി ലാബിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ അറ്റൻഷനെ കുറിച്ചിട്ടും റിയാക്ഷൻ ടൈമിനെ കുറിച്ചിട്ടും മെമ്മറി അസോസിയേഷനെ കുറിച്ചിട്ടും ഇമോഷൻസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ സൈക്കോളജിക്കുള്ള കോൺട്രിബ്യൂഷൻസ് ആണ്. അതുപോലെ സർ ഫ്രാൻസിസ് ഗാൾട്ടൺ അദ്ദേഹം സ്റ്റഡീഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്സൽ ടെക്നിക്. ഇൻഡിവിജ്വൽ ഡിഫറൻസ്, നമുക്ക് ഓരോ വ്യക്തികളും എന്തുണ്ട്, വ്യത്യസ്തരാണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. അതിനൊക്കെ തിയറികളും പഠിക്കാനുണ്ട്. പിന്നെ ഇവാൻ പാവ്ലോവ് അദ്ദേഹത്തിന്റെ തിയറി പഠിക്കാനുണ്ട്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ളതാണ് ഇവാൻ പാവ്ലോവിന്റെ. ഇതിൽ സ്റ്റഡീഡ് കണ്ടീഷൻഡ് റിഫ്ലക്സ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ള. ഇവരൊക്കെ ഓരോരോ, ചിലർ നായകൾ വെച്ചിട്ട്, ചിലർ റാറ്റിനെ വെച്ചിട്ട്, ചിലർ ക്യാറ്റിനെ വെച്ചിട്ടൊക്കെയാണ് പല എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത്. അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, തിയറികൾ പഠിക്കാനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ E.L. തൊണ്ടേക്കും ഇതുപോലെ തന്നെ ട്രയൽ ആൻഡ് എറർ തിയറിയാണ് പറഞ്ഞത്. ട്രയൽ ആൻഡ് എറർ അല്ലെ? എന്താ ട്രയൽ എറർ? ആ പേര് തന്നെ മനസ്സിലാവും. ഗസ് ചെയ്യാൻ പറ്റുമോ? ട്രയൽ ആൻഡ് എറർ തിയറി എന്തായിരിക്കും ഗസ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? ഹലോ, കേൾക്കുന്നില്ലേ? ഇവിടെ അല്ലേ? ആ, ട്രയൽ ആൻഡ് എറർ തിയറി എന്തായിരിക്കും ഗസ് ചെയ്യാൻ പറ്റുമോന്ന്? നമ്മളൊരു കാര്യം അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൽ നിന്ന് സംഭവിക്കുന്ന എറേഴ്സിൽ നിന്നാണ് വീണ്ടും ട്രയൽ എടുത്തും വീണ്ടും എറർ ആവും, വീണ്ടും ട്രയൽ എടുത്തും അല്ലെ? അങ്ങനെ പഠിക്കുന്നതാണ്, അങ്ങനെയാണ് ബിഹേവിയർ ഫോം ചെയ്യാന്നാണ് തൊണ്ടയ്ക്ക് പറഞ്ഞത്. ആ തിയറി നമുക്ക് പഠിക്കാനുണ്ട്. അഡ്വക്കേറ്റ് ദ മൾട്ടി ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ്. അദ്ദേഹം ഇന്റലിജൻസിനെ മൾട്ടി ഫാക്ടർ തിയറി എന്ന് പറഞ്ഞിട്ടൊരു തിയറി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സെക്കൻഡ്. ഓക്കെ, ഈ ഒരു സെഡ് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകണം കേട്ടോ. അതുപോലെ തന്നെ കാറ്റൽ അദ്ദേഹം ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഇൻ സൈക്കോളജി എന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് കൊടുത്തത്. അപ്പൊ ഇതിങ്ങനെ ഇതിങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കി പോകാനുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഇനി ഡീറ്റെയിൽഡ് പഠിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കിത് മനസ്സിലാവും. ഓക്കെ, ടിച്ച്നറുടെ പ്രസന്റ് സ്ട്രക്ചറൽ സ്കൂൾ ഇൻ അമേരിക്ക, അതുപോലെ തന്നെ സ്റ്റാൻലി ഹാളിന്റെ സിസ്റ്റമാറ്റിക്കലി സ്റ്റഡി ഇൻ ചൈൽഡ് സൈക്കോളജി. ചൈൽഡ് സൈക്കോളജി ഒരു വലിയൊരു ഭാഗം തന്നെ ഉണ്ട്. ചൈൽഡ് സൈക്കോളജിന്റെ കുറച്ച് ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് അഡൽട്ട് സൈക്കോളജി, ടീനേജേഴ്സിന്റെ സൈക്കോളജി ഉണ്ട്, ചൈൽഡ് സൈക്കോളജിയും പഠിക്കാനുണ്ട്.
പിന്നെ മെസ്മറുടെ ക്ലിനിക്കൽ സൈക്കോളജിക്കൽ മെത്തേഡ്സ് ഉണ്ട്. ജീൻ പിയാഷേന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നേരത്തെ പറഞ്ഞു. സിഗ്മണ്ട് ഫ്രോയിഡ് നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കി. സൈക്കോ അനാലിസിസ്, ഇഡ് ഈഗോ, സൂപ്പർ ഈഗോ, അതുപോലെ തന്നെ വാട്ട് ഇസ് ദ റോൾ ഓഫ് സെക്സ് ഇൻ മേക്കിംഗ് ഓർ ക്രിയേറ്റിംഗ് ബിഹേവിയർ, അതൊക്കെ നമ്മൾ ഇനി കാണാനുണ്ട്. ജസ്റ്റ് നമ്മൾ തുടക്കം കണ്ടു. പിന്നെ ആൽഫ്രഡ് ബിന്നറ്റിന്റെ കോൺസെപ്റ്റ് ഓഫ് മെന്റൽ ഏജ്. അതായത് നമുക്ക് 2 തരം ഏജ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? 2 ഏജ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? മെന്റൽ ഏജും കേട്ടിട്ടുണ്ടോ? ഇല്ല സർ. ക്രൊണോളജിക്കൽ ഏജും ഉണ്ട്, മെന്റൽ ഏജും ഉണ്ട്. അപ്പൊ ജനിച്ച അന്ന് മുതൽ ഇങ്ങോട്ടേക്കുള്ള ഏജ്, നമ്മുടെ വയസ്സ്, അത് ക്രൊണോളജിക്കൽ ഏജ് ആണ്. മെന്റൽ ഏജ് പറഞ്ഞാൽ നമ്മൾ ഇന്ന് എത്ര വയസ്സുകാരന്റെ മാനസികാവസ്ഥയിലാണ് ഉള്ളത്. ഓക്കെ, ക്രൊണോളജിക്കൽ ഏജ് ഇപ്പൊ നിങ്ങൾക്കൊക്കെ 25 അല്ലെങ്കിൽ 26 22 ആയിട്ടുണ്ടാവും. മെന്റൽ ഏജ് ചിലർക്ക് 18 16, ചില ആളുകൾ ഭയങ്കര മെച്യൂരിറ്റി ഒക്കെ ഒരു 35 ആയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. പിന്നെ BF സ്കിന്നറുടെ ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി പഠിക്കാനുണ്ട്, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അതുപോലെ തന്നെ വെഷ്ലറുടെ അഡൽട്ട് ഇന്റലിജൻസ് ടെസ്റ്റ്, വെഷ്ലറിന്റെ നമ്മൾ ഇന്റലിജൻസ് അളക്കാനുള്ള ടെസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ വെറുതെ വായിച്ചു പോയെന്ന് വെച്ചാൽ ഇതിലൊക്കെ ചില തിയറികൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, സോ അത് അവരുടെ സൈക്കോളജിക്കുള്ള കോൺട്രിബ്യൂഷൻ ആണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഒരുപാടൊന്നും പോയിട്ടില്ല, ജസ്റ്റ് സൈക്കോളജിക്കുള്ള ഒരു ഇൻട്രോ മാത്രമാണ് പഠിച്ചത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് യൂണിറ്റ്, എഡ്യൂക്കേഷൻ സൈക്കോളജി ആൻഡ് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഹിയർ വി സ്റ്റഡി ആസ് ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, സൈക്കോളജിയെ ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിനെ കാണാണ്. ഫിലോസഫിന്ന് സൈക്കോളജിയെ വേർതിരിച്ച് സൈക്കോളജിയിലേക്ക് വരുന്നു. അതിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളതൊക്കെ സൈക്കോളജിക്ക് ഓരോരോ സൈക്കോളജിസ്റ്റുകൾ കൊടുത്ത കോൺട്രിബ്യൂഷൻസ് ആണ്. ഓക്കെ, അതില് പിന്നെ കുറെ JB വാട്സന്റെ ബിഹേവിയറിസം, ജസ്റ്റാൾട്ടിന്റെ ജസ്റ്റാൾട്ട് തിയറി, സൈക്കോ അനാലിസിസ് തിയറി ഓഫ് സിഗ്മണ്ട് ഫ്രോയിഡ്, ഇതൊന്നും തിയറി പഠിച്ചിട്ടില്ല കേട്ടോ, തിയറി വരാനിരിക്കുന്നേ ഉള്ളൂ. ദെൻ ഇൻഡിവിജ്വൽ സൈക്കോളജി ആൻഡ് അനലിറ്റിക്കൽ സൈക്കോളജി കോൾഡ് യൂം, അതുപോലെ തന്നെ ആഡ്ലർ, അവരുടെ കോൺട്രിബ്യൂഷൻസ്. പിന്നീട് കുറെ സൈക്കോളജിസ്റ്റുകൾ, ഇവരുടെ ഒക്കെ കോൺട്രിബ്യൂഷൻസ്, അതിന്റെ പേരുകൾ മാത്രമാണ് നമ്മൾ പഠിച്ചത്. എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് ഇതിനെ വിശദമായി തന്നെ പഠിക്കാനുണ്ട്, കുറച്ചധികം പോകാനുണ്ടാകും ഈ ഒരു യൂണിറ്റില്. സ്ലൈഡ് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും, കുറച്ചധികം പോകാനുണ്ട്. സോ മാക്സിമം എന്ത് ചെയ്യാം, കൃത്യസമയത്ത് ക്ലാസ്സിൽ വരാൻ ശ്രമിക്കുക. ഇന്ന് എടുക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇന്ന് തന്നെ വായിച്ച് അതിനെ കുറിച്ചൊരു ബോധം ഉണ്ടാക്കി വെക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഗ്രൂപ്പിലോ പേഴ്സണലോ ഒക്കെ ചോദിക്കാം. ഓക്കെ, സാധാരണഗതിയിൽ ആരും ഒരു സംശയങ്ങളും ചോദിക്കാറില്ല എന്നുള്ളത് ഒരു ബ്ലെസ്സിങ് ആണ്. അതൊരു ഒരേ സമയത്ത് ബ്ലെസ്സിങ് ആണ്, അതേ സമയത്ത് വേറെ സമയത്ത് കേസാണ്. പഠിക്കണുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു കാര്യം മാത്രമേ നിങ്ങൾ ചിന്തിക്കേണ്ടത്. സോ സ്റ്റഡി വെൽ, പ്ലാൻ വെൽ, ആൻഡ് ലെറ്റ്സ് ഗ്രോ ടുഗദർ. ഓക്കെ, താങ്ക് യു.